السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരീ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവിത ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നമ്മുടെ പഠന പരമ്പരയിൽ ഇന്നത്തെ നമ്മുടെ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് ആധുനികരായ വിമർശകന്മാർ അവിടുത്തെ മഹത്വമേറിയ വ്യക്തിത്വത്തെ കളങ്കപ്പെടുത്തുവാൻ ഉദ്ദേശിച്ചുകൊണ്ട് നടത്തുന്ന കഴമ്പില്ലാത്ത ഒരു വിമർശനത്തിന്റെ സത്യാവസ്ഥ എന്താണ് എന്നതിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാൻ ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വിവാഹങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പണ്ട് കാലത്തൊന്നും ശത്രുക്കൾ പോലും ഉന്നയിക്കാതിരുന്ന അടിസ്ഥാനരഹിതമായ ചില ആരോപണങ്ങളുമായി ആധുനിക വിമർശകന്മാർ രംഗത്ത് വന്നിട്ടുള്ളത്. ഇസ്ലാമിന്റെ ശത്രുക്കൾ ഇസ്ലാമിന്റെയും പ്രവാചകനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും പേരിൽ പല ആക്ഷേപങ്ങളും അപവാദങ്ങളും ഇറക്കുമതി ചെയ്ത കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വിവാഹത്തെയാണ് അവർ പിടികൂടിയിട്ടുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ അവിടുത്തേക്ക് 9 ഭാര്യമാര് നിലവിലുണ്ടായിരുന്നു എന്നതാണ് അവർ വലിയ ആക്ഷേപത്തിന്റെയും പരിഹാസത്തിന്റെയും കേന്ദ്രബിന്ദുവായി എടുത്തു കാണിക്കുന്ന ഒരു വസ്തുത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ മഹത്വങ്ങൾക്കൊന്നും അർഹനല്ലെന്നും അവിടുന്ന് കേവലം ഒരു പെൺമോഹിയും കാമാസക്തനുമായിരുന്നു എന്നും ആ രൂപത്തിലുള്ള ചില അസുഖങ്ങൾ ബാധിച്ച വ്യക്തിത്വമായിരുന്നു എന്നുമൊക്കെ യാതൊരു രൂപത്തിലുള്ള തത്വദീക്ഷയും ഇല്ലാതെ സത്യത്തോട് അല്പം പോലും കൂറു പുലർത്താതെ ആക്ഷേപക്കാരും അപവാദക്കാരും ആധുനികരുടെ കൂട്ടത്തിൽ നിന്ന് നിറഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 4 വിവാഹം കഴിച്ചത് മാത്രല്ല, ഇസ്ലാം ഒരാൾക്ക് വേണ്ടി വന്നാൽ അത്യാവശ്യ ഘട്ടത്തിൽ 4 ഭാര്യമാരെ സ്വീകരിക്കാമെന്ന് പറയുന്ന ബഹുഭാര്യത്വ സമ്പ്രദായത്തെയും അവർ പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യാറുണ്ട്. ഇപ്പോൾ നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് അതിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ അവിടുന്ന് ഒരു പെൺമോഹിയായിരുന്നു, കാമാസക്തനായിരുന്നു എന്ന് പറയാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ വിവാഹങ്ങളെയാണ് പലപ്പോഴും ഈ കൂട്ടർ ഈ ആധുനിക കാലഘട്ടത്തിൽ എടുത്തുന്നയിക്കുന്നത്. ആധുനിക കാലഘട്ടത്തിൽ എന്ന് പറയാൻ പ്രത്യേകിച്ചൊരു കാരണമുണ്ട്. 18-ാം നൂറ്റാണ്ടിന്റെ മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ ശത്രുക്കൾ രചിച്ചുണ്ടാക്കിയ ഒരു വിമർശനങ്ങളിലും അവിടുത്തെ വിവാഹത്തിന്റെ പേരിൽ ശത്രുക്കൾ പോലും അവിടുത്തെ വിമർശിച്ചിട്ടില്ല.
അതിന്റെ ശേഷം അടുത്ത കാലഘട്ടങ്ങളിൽ മാത്രമാണ് ഈ രൂപത്തിലുള്ള ആക്ഷേപങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് പറഞ്ഞു പരത്തിയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഏറ്റവും കഠിന ശത്രുക്കളായിരുന്ന അബൂജഹൽ അടക്കമുള്ള അറേബ്യൻ മുശ്രിക്കുകൾ, അതുപോലെ തന്നെ കുടിപ്പകയും കുലപ്പകയും വെച്ചു പുലർത്തിയിരുന്ന അറബ് നാട്ടിലുണ്ടായിരുന്ന യഹൂദികൾ, ജൂതന്മാർ, അതുപോലെ തന്നെ നസ്രാണികൾ, ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ആളുകൾ, അവരാരും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വിവാഹങ്ങളെ പരിഹസിക്കുവാനോ അതെടുത്ത് ആക്ഷേപിക്കുവാനോ അതിന്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തേജോമയമായ വ്യക്തിത്വത്തെ കളങ്കപ്പെടുത്തുവാനോ ഒരിക്കലും അവരാരും മുതിർന്നിട്ടില്ല. കാരണം അന്ന് നിലവിലുണ്ടായിരുന്ന എല്ലാ സംസ്കാരങ്ങളിൽ നിന്നും വിഭിന്നമായി കൊണ്ട് വളരെയേറെ അച്ചടക്കത്തിലും വളരെയേറെ സംസ്കൃതമായ നിലക്കും ശുദ്ധമായ നിലക്കുമുള്ള ഒരു ജീവിതമായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റേത് എന്ന് ശത്രുക്കൾ പോലും അടുത്തറിഞ്ഞവരായിരുന്നു. നബുവത്തിന്റെ മുമ്പുള്ള ജീവിതവും ശേഷമുള്ള ജീവിതവും വളരെയേറെ കളങ്കരഹിതമായ നിലക്കുള്ള പരിപാവന ജീവിതമായിരുന്നു എന്നതിനാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ സ്ത്രീകളുമായി, സ്ത്രീ വിഷയവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അബൂജഹലോ യഹൂദികളോ നസ്രാനികളോ പോലും ആ കാലഘട്ടത്തിൽ പറഞ്ഞിട്ടില്ല. പിന്നീട് 18-ാം നൂറ്റാണ്ടിന്റെ ശേഷം രചിക്കപ്പെട്ട കേവല വിമർശന ഗ്രന്ഥങ്ങളിൽ മാത്രമാണ്, അതുപോലെ തന്നെ ഖുർആൻ വിമർശന പഠനം എന്ന പേരിൽ ആധുനികരായ നിരീശ്വര നിർമ്മത പ്രസ്ഥാനത്തിന്റെ വക്താക്കൾ ഒരടിത്തറയുമില്ലാതെ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളിൽ മാത്രമാണ് മഹാനായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കുടുംബ ജീവിതവും വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടുത്തെ ഒരു സ്ത്രീ മോഹിയായി ചിത്രീകരിക്കുവാനുള്ള ശ്രമങ്ങൾ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ വില കുറഞ്ഞ ആരോപണങ്ങളാണ് അവരുടേത് എന്നതിൽ ഒരു മുസ്ലിമിനൊരിക്കലും സംശയമില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വിവാഹങ്ങൾ ഓരോന്നും എടുത്തു പരിശോധിച്ചു നോക്കിയാൽ അവിടുന്ന് ഓരോ സ്ത്രീകളെയും നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാരായി തീർന്ന, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളായി തീർന്ന, ലോകത്തിന്റെ നേതാക്കളായി മാറിയ മഹദികളായ ആ സ്ത്രീ രത്നങ്ങളെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ച ഓരോ സാഹചര്യങ്ങളെയും എടുത്തു പരിശോധിച്ചു നോക്കിയാൽ അറിയാം, അവിടുന്ന് ഒരു ദാമ്പത്യ സുഖം കണ്ണിൽ കണ്ടുകൊണ്ടോ സ്ത്രീകളെ കൊണ്ട് ഇഷ്ടം പോലെ സുഖിക്കാമെന്ന ഭൗതികമായ ഒരു കാമാസക്തി പൂണ്ടതുകൊണ്ടോ ആയിരുന്നില്ല അവിടുത്തെ വിവാഹങ്ങളൊന്നും തന്നെ. മറിച്ച് അവയുടെ പിന്നിലൊക്കെ ചില പ്രത്യേകമായ ഹിക്മത്തുകളും ഉദ്ദേശങ്ങളും വലിയ രൂപത്തിലുള്ള യുക്തികളും ഉണ്ടായിരുന്നു എന്നതാണ് വളരെ കൃത്യമായി ചുരുങ്ങിയ നിലക്കെങ്കിലും അവിടുത്തെ വൈവാഹിക ജീവിതത്തെ സംബന്ധിച്ച് വിലയിരുത്തുന്ന വക്രമനസ്ഥിതിയില്ലാത്ത മുഴുവൻ ആളുകൾക്കും മനസ്സിലാക്കുവാൻ കഴിയാവുന്ന പച്ച പരമാർത്ഥം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ച അവിടുത്തെ ഭാര്യമാരെ കുറിച്ച്, നമ്മുടെ ഉമ്മമാരെ കുറിച്ചുള്ള വിശദമായ ഒരു പഠനത്തിന്റെ അവസരമല്ല ഇത്. ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നുമില്ല. മാതൃകാ മഹദികൾ എന്ന പേരിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭാര്യമാർ, നമ്മുടെ ഉമ്മമാരെ സംബന്ധിച്ചുള്ള വിശദമായ ഒരു പഠന പരമ്പര തന്നെ മുമ്പ് നമ്മൾ നടത്തിയിട്ടുണ്ട്. അതിന്റെ MP3യും CD-കളുമൊക്കെ നിങ്ങൾക്ക് ലഭ്യവുമാണ്. അതുകൊണ്ട് മഹദികളായ നമ്മുടെ ഉമ്മമാരുടെ ചരിത്രങ്ങളെ സംബന്ധിച്ചുള്ള വിവരണം ഞാൻ ഇന്നതിലേക്ക് പ്രവേശിക്കുന്നില്ല. മറിച്ച് ആവശ്യമായ നിലക്ക് ചില കാര്യങ്ങൾ മാത്രം അവരെ കുറിച്ച് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വിവാഹങ്ങൾ ഓരോന്നും വലിയ തത്വദീക്ഷയോടുകൂടിയുള്ള മഹത്തായ ചില ലക്ഷ്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടായിരുന്നു എന്നത് കൃത്യമായി ആർക്കും മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു പരമാർത്ഥമാണ്. അവിടുന്ന് ആദ്യമായി വിവാഹം കഴിച്ചത് നുബുവത്തിന്റെ മുമ്പാണ് എന്ന് പ്രാഥമികമായി അവിടുത്തെ കുറിച്ച് ചരിത്രം പഠിച്ച എല്ലാവർക്കും അറിയാം. 40-ാമത്തെ വയസ്സിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് നുബുവത്ത് കിട്ടുന്നത് ഔദ്യോഗികമായി നമുക്കറിയാം. അതിന്റെയും 15 വർഷം മുമ്പ് 25 വയസ്സ് മാത്രം പ്രായമുള്ള യുവാവായിരിക്കെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രഥമ വിവാഹം നടക്കുന്നത്. വധുവാരായിരുന്നു നമ്മുടെ ഉമ്മ ഖദീജ റളിയല്ലാഹു തആല അൻഹയായിരുന്നു. അന്ന് അവരുടെ പ്രായം 40 ആയിരുന്നു എന്നാണ് നാം ഇതുവരെ മനസ്സിലാക്കിയിട്ടുള്ള പ്രസിദ്ധമായ ചരിത്രം നമുക്ക് അറിയിച്ചു തരുന്നത്. എന്നാൽ പൂർവീകരും ആധുനികരുമായ ഒട്ടേറെ പണ്ഡിതന്മാർ ഈ അഭിപ്രായത്തോട് വിയോജിപ്പാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത്.
ഖദീജ റളിയല്ലാഹു തആല അൻഹയെ റസൂലുള്ളാഹി വിവാഹം കഴിക്കുമ്പോൾ 40-കാരിയായിരുന്നു എന്നത് വസ്തുതകൾക്ക് നിരക്കുന്നതല്ല എന്ന അഭിപ്രായമാണ് ധാരാളം പൂർവീകരും ആധുനികരുമായ പണ്ഡിതന്മാര് പ്രകടിപ്പിച്ചിട്ടുള്ളത്. 28 വയസ്സായിരുന്നു എന്നാണ് പല രൂപത്തിലുള്ള രേഖകളും തെളിവുകളും മുന്നിൽ വെച്ചുകൊണ്ട് അവർ സമർത്ഥിക്കുന്നത്. ഞാൻ ഏതായാലും ആ അഭിപ്രായ വ്യത്യാസത്തിലേക്ക് നീങ്ങുന്നില്ല. രണ്ടും നമ്മൾ ഗ്രഹിച്ചിരിക്കണം എന്ന് മാത്രം. 40 എന്നത് ഏറ്റവും എല്ലാവരുടെയും ഐക്യകണ്ഠേനയുള്ള ഒരു അഭിപ്രായമല്ല. 28-കാരിയായിരിക്കെയാണ് ഖദീജ റളിയല്ലാഹു തആല അൻഹയെ വിവാഹം കഴിച്ചത് എന്ന് പല രൂപത്തിലുള്ള ന്യായങ്ങൾ നിരത്തിക്കൊണ്ട് മുമ്പും ഇപ്പോഴും പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതും തള്ളിക്കളയാവതല്ല എന്നുകൂടി സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഏതായിരുന്നാലും ആ വിവാഹബന്ധം 25 വർഷത്തോളം നീണ്ടു നിന്നിട്ടുണ്ട്. ഒന്നാമത്തെ ആ വിവാഹം 25 കൊല്ലം നീണ്ടുനിന്നു. ഇതിന്റെ ഇടയ്ക്ക് ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ വഫാത്ത് ഉണ്ടാകുന്നത് വരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു വിവാഹത്തെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ലായിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലമിനുണ്ടായ 7 മക്കൾ, അതിൽ 3 ആൺമക്കൾ. ആ 3 ആൺമക്കൾ അടങ്ങുന്ന 4 പെൺമക്കളും 3 ആൺമക്കളും അടങ്ങുന്ന 7 മക്കളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ജനിച്ചത്. ഇതിൽ ഇബ്രാഹിം എന്ന ആൺകുട്ടി ഒഴികെ ബാക്കി 2 ആൺമക്കളും 4 പെൺമക്കളും അടങ്ങുന്ന 6 അംഗ സംഘം 6 മക്കളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പ്രദാനം ചെയ്തത് ഖദീജ റളിയല്ലാഹു തആല അൻഹയിലൂടെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഖാസിം എന്ന പേരിലും അബ്ദുള്ള എന്ന പേരിലുമുള്ള 2 ആൺകുട്ടികൾ, അതുപോലെ തന്നെ സൈനബ്, റുഖിയ, ഉമ്മു കുൽസൂം, ഫാത്തിമ റളിയല്ലാഹു അൻഹും, ആ നിലക്കറിയപ്പെടുന്ന 4 പെൺമക്കൾ. ഇവരാണ് മഹദിയായ ഖദീജ റളിയല്ലാഹു തആല അൻഹയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഉണ്ടായത്. ഇത്രയും മക്കളെ 40-ാമത്തെ വയസ്സിൽ 40-കാരിയായിരിക്കെയാണ് ജീവിതത്തിൽ കടന്നു വന്നതെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് നബുവത്തും കിട്ടിയതിന്റെ ശേഷം ഒരു കിഴവിയായ സ്ത്രീ ഇത്രയും ആളുകളെ പ്രസവിക്കുക എന്നത് അത് ബുദ്ധിക്ക് യോജിക്കുന്നതല്ല എന്നതിന്റെ വെളിച്ചത്തിൽ അവിടുത്തെ പ്രായം അന്ന് 28 ആയിരുന്നുള്ളൂ ഖദീജ റളിയല്ലാഹു തആല അൻഹയ്ക്ക് എന്ന് ന്യായങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഒരു ന്യായമായി രേഖപ്പെടുത്തിയതും സാന്ദർഭികമായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഏതായിരുന്നാലും മഹദീമത്തുള്ള ജീവിതം, സന്തോഷകരമായ ആ ജീവിതം 25 വർഷത്തോളം നീണ്ടുനിന്നു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അവിടുത്തെ 50-ാമത്തെ വയസ്സിലാണ് ആര് വഫാത്താകുന്നത്? ഖദീജ റളിയല്ലാഹു തആല അൻഹ വഫാത്താകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ വഫാത്തായ ആ വർഷം ആമുൽ ഹുസ്ൻ എന്ന് പേരിട്ടു. ദുഃഖത്തിന്റെ വർഷം. അവിടുത്തെ മനസ്സിനെ വല്ലാതെ പിടിച്ചുലക്കിയ, വല്ലാതെ പിടിച്ചുകുലുക്കിയ ഒരു മരണമായിരുന്നു അത്. കാരണം ഏത് കാര്യത്തിലും താങ്ങും തണലുമായി ജീവിതത്തിൽ വർഷങ്ങളോളം നീണ്ടുനിന്ന ആ ദാമ്പത്യ ജീവിതത്തിൽ താങ്ങും തണലുമായി വർത്തിച്ചത് ഖദീജ റളിയല്ലാഹു തആല അൻഹയായിരുന്നു. പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ഖദീജ റളിയല്ലാഹു തആല അൻഹ വഫാത്തായിട്ട് എത്രയോ ശേഷവും എപ്പോഴും ഖദീജ റളിയല്ലാഹു തആല അൻഹയെ പുകഴ്ത്തി പറയാറുണ്ട്. ആയിഷ റളിയല്ലാഹു തആല അൻഹ കൂട്ടത്തിൽ പിന്നീട് പ്രവാചക ജീവിതത്തിലേക്ക് കടന്നുവന്ന 3ാമത്തെ ഭാര്യയായി കടന്നുവന്ന ആയിഷ റളിയല്ലാഹു തആല അൻഹ പോലും പലപ്പോഴും അത് സ്മരിച്ചിട്ടുണ്ട്. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭാര്യമാരിൽ ആരോടും ഖദീജയോട് കാണിച്ചത്ര ഈർഷ്യത ഞാൻ പലപ്പോഴും പ്രകടിപ്പിച്ചിട്ടില്ല. എനിക്ക് മുമ്പേ അവർ മരണപ്പെട്ടു പോയവരാണ്. ഞാൻ അവരെ കണ്ടിട്ടില്ല. എനിക്ക് മുമ്പേ അവർ മരണപ്പെട്ടു പോയിട്ടുണ്ട്. എന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ കുറിച്ച് എപ്പോഴും ഇങ്ങനെ പ്രശംസിച്ചു പറയുന്നത് എന്നിൽ നീരസമുണ്ടാക്കാറുണ്ട്. അവിടുന്ന് വീട്ടിൽ വല്ല വിഭവങ്ങളും ഉണ്ടാക്കി ആട്ടിനെ അറുത്തുകൊണ്ട് വല്ല സദ്യയും വീട്ടിൽ ഉണ്ടാക്കുമ്പോ ആ ആട് മാംസത്തിൽ നിന്ന് ചില കഷ്ണങ്ങൾ ഖദീജയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുവാൻ വേണ്ടി ഖദീജയുടെ കൂട്ടുകാരികളിലേക്ക് കൊടുത്തയക്കാറ് പോലും ഉണ്ടായിരുന്നു എന്ന് മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറെ സ്നേഹിച്ച ഖദീജ റളിയല്ലാഹു അൻഹയെ കുറിച്ച് പ്രശംസിച്ചു പറയുമ്പോൾ ഞാൻ ചിലപ്പോൾ പറഞ്ഞു പോകാറുണ്ട്, കഅന്നഹു ലം യകുൻ ഫിദ്ദുനിയാ ഇംറഅത്തുൻ ഇല്ലാ ഖദീജ. ഭൂമിയിൽ ഖദീജയല്ലാത്ത പെണ്ണുങ്ങൾ ഇല്ലാത്തതുപോലെ ഉണ്ടല്ലോ നിങ്ങളുടെ വാക്കുകൾ കേട്ടാൽ
എന്ന് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ എന്റെ ആ ഈറ പ്രകടിപ്പിക്കാറുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ ശാന്തയാക്കാറുണ്ട്. ആയിഷ, നീ മിണ്ടാതിരിക്കുക, ഇന്നഹാ കാനത്ത് വകാനത്ത് വകാന ലീ മിൻഹാ വലദുൻ. അവരങ്ങനെയായിരുന്നു, അവരിങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ അടക്കിയിരുത്താറുണ്ട്. അവരിൽ നിന്നാണ് എനിക്ക് സന്താനങ്ങളെ ഉണ്ടായത്. ആളുകളൊക്കെ എന്നെ കൈവടിഞ്ഞപ്പോഴും എന്നിൽ വിശ്വസിച്ചവളാണ് ഖദീജ. ആളുകളൊക്കെ എന്നെ കളവാക്കിയപ്പോഴും എന്നെ സത്യപ്പെടുത്തിയവളാണ് എന്റെ ഖദീജ. സാമ്പത്തികമായി ഞെരുക്കമുള്ള ഒരു കാലഘട്ടത്തിൽ എന്നെ സമ്പത്ത് നൽകിക്കൊണ്ട് പരിപോഷിപ്പിച്ചയാളാണ് ഖദീജ. അവരിലൂടെ, മറ്റു സ്ത്രീകളിലൂടെയൊന്നും എനിക്ക് സന്താനങ്ങളെ തരാത്ത റബ്ബ് അവരിലൂടെയാണ് എനിക്കേറെ സന്താനങ്ങളെ തന്നത് എന്നൊക്കെ മഹദിയായ ഖദീജ റളിയല്ലാഹു തആല അൻഹയെ സംബന്ധിച്ച് അവിടുന്ന് പ്രശംസിച്ചു പറയാറുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഈ ദാമ്പത്യ ജീവിതം, 50 വയസ്സ് പ്രായമെത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ കാലശേഷം മാത്രമാണ് വേറൊരു വിവാഹത്തെ കുറിച്ച് ചിന്തിച്ചത്. 50 വയസ്സ് പിന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു രണ്ടാം വിവാഹത്തിന് ഖദീജ റളിയല്ലാഹു അൻഹയുടെ ശേഷമാണ് ചിന്തിച്ചതെങ്കിൽ, ആ വിവാഹങ്ങൾ പിന്നീട് നടന്ന രണ്ടാമത്തെ വിവാഹവും എടുത്തു പരിശോധിച്ചാൽ അതിന്റെയൊക്കെ ഉദ്ദേശം ദാമ്പത്യ സുഖം അനുഭവിക്കലായിരുന്നില്ല എന്ന് ഗ്രഹിക്കുവാൻ അമിത ബുദ്ധിയൊന്നും ആവശ്യമില്ല. വക്രമനസ്ഥിതിയില്ലാത്ത നിഷ്പക്ഷരായ ഏതാളുകൾക്കും മനസ്സിലാക്കുവാൻ സാധിക്കും. അവിടുത്തെ വിവാഹങ്ങൾക്ക് പൊതുവിൽ പല കാരണങ്ങളുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം വിവാഹം കഴിക്കുവാൻ പല കാരണങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, ഇസ്ലാം എന്ന് പറയുന്ന മതം മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളെയും പ്രതിപാദിക്കുന്ന ഒരു മതമാണ്. വിപുലമായ ഒരു നിയമസംഹിതയാണ് ദീനുൽ ഇസ്ലാം. അതിന്റെ പ്രായോഗികമായ മാതൃക കാണിച്ചു തരേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ്. ആ കൂട്ടത്തിൽ സ്ത്രീ വിഭാഗത്തെ പരാമർശിക്കുന്ന പ്രത്യേകം നിയമങ്ങൾ ഉണ്ടാകും. അവരുടെ സ്വകാര്യമായ ജീവിതത്തിൽ പാലിക്കേണ്ട നിയമങ്ങൾ ഉണ്ടാകും. ഒരു സ്ത്രീ ഋതുമതിയാകുമ്പോൾ ഭർത്താവുമായിട്ടുള്ള ഇടപെടലുകളുടെ അറ്റം ഏതുവരെ, ഗാർഹിക ജീവിതത്തിൽ അതിന്റെ പരിധികൾ എത്ര വരെ, അതുപോലെ തന്നെ ഋതുമതിയായ പെണ്ണ് അശുദ്ധിയിൽ നിന്ന് ശുദ്ധമാകേണ്ടത് എങ്ങനെ, അതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ സ്ത്രീകളുടെ സ്വകാര്യമായ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഒട്ടേറെ കാര്യങ്ങളിൽ സമൂഹത്തിന് ദിശാബോധം നൽകേണ്ടുന്നതിന്റെ കർത്തവ്യം കൂടി മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിലുണ്ട്. അത്തരം വിഷയങ്ങളിൽ മാത്രല്ല, ഇസ്ലാമിന്റെ ശാഖാപരമായ ഒട്ടേറെ വിഷയങ്ങളിൽ സമൂഹത്തിന് ഒരുപാട് മസ്അലകൾ പഠിപ്പിച്ചു കൊടുക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭാര്യമാരാണ് കാരണമായിട്ടുള്ളത്. ആ ഭാര്യമാരായിരുന്നു പലപ്പോഴും സ്ത്രീകളുടെ അധ്യാപികമാർ. പുരുഷന്മാർക്ക് പകർന്നു കൊടുക്കാൻ കഴിയാത്ത പല സ്വകാര്യ ഇൽമുകളും സഹാബ വനിതകളും അടക്കം ധാരാളം ആളുകൾ പഠിച്ചിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ ജീവിതം പങ്കിട്ട ഈ ധാരാളക്കണക്കിന് ഉമ്മമാരുടെ കൈകളിലൂടെ, അവരുടെ വാക്കുകളിലൂടെയായിരുന്നു. സഹാബ വനിതകൾ മാത്രമല്ല, പ്രഗൽഭന്മാരായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പോലെയുള്ള പ്രഗൽഭരായ സഹാബി വര്യന്മാര് പോലും വിവിധ മസ്അലകളിൽ സംശയ നിവാരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭാര്യമാരെയാണ് സമീപിക്കാറുണ്ടായിരുന്നത് എന്നറിയുമ്പോൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വിവാഹത്തിലൂടെ ലോകത്തിന് കിട്ടിയ ഇസ്ലാമിക വിജ്ഞാനത്തിന്റെ ഭണ്ഡാരത്തിൽ നിറക്കപ്പെട്ട മുത്തുമണികളുടെ വിജ്ഞാനങ്ങളുടെ ഏറ്റവും വലിയ കേന്ദ്രങ്ങൾ ഈ ഉമ്മമാരായി മാറിയതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, അവിടുത്തെ വിവാഹങ്ങളിലൂടെ അവിടുന്ന് കേവല ദാമ്പത്യ സുഖം മാത്രമല്ല ലക്ഷ്യം വെച്ചത്, മറിച്ച് ലോകത്തിന് ഒരുപാട് ഇൽമുകൾ പകർന്നു കൊടുക്കാൻ ഇവര് കാരണമായിട്ടുണ്ട്. സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഒട്ടേറെ സ്വകാര്യമായ ഇൽമുകൾ. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വിവാഹങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, ഇസ്ലാമിന്റെയും മുസ്ലിമീങ്ങളുടെയും നേരെ അറബി ഗോത്രങ്ങൾക്കും യഹൂദി ഗോത്രങ്ങൾക്കുമൊക്കെ തീർത്താൽ തീരാത്തത്ര കുടിപ്പകയും ശത്രുതയുമൊക്കെ സമൂഹത്തിൽ നിലനിന്നിരുന്നു. അവര് കാണിച്ചിരുന്ന അക്രമങ്ങൾ, അവര് കാണിച്ചിരുന്ന മർദ്ദനങ്ങൾ, അവർ ഇസ്ലാമിനോടും പ്രവാചകനോടും കാണിച്ചിരുന്ന അക്രമങ്ങളും പീഡനങ്ങളും യുദ്ധ സംരംഭങ്ങളും പറഞ്ഞാൽ തീരാത്തത്രയുണ്ട്. ഒരുപാട് യുദ്ധങ്ങളെ കേട്ട വിവരിക്കപ്പെട്ട സന്ദർഭത്തിൽ നമ്മളതൊക്കെ മനസ്സിലാക്കിയതാണ്.
ഇത്തരം സന്ദർഭങ്ങളിൽ അന്ന് മുമ്പ് കാലത്ത് ഇപ്പോഴത്തെ പോലെയല്ല, അന്ന് ഒരു ഗോത്രവുമായിട്ടൊരു വിവാഹബന്ധം നടന്നാൽ അതിനൊന്ന് വലിയ പേരായിരുന്നു. ഇന്നങ്ങനെയൊന്നുമില്ല. ഇന്നിപ്പോ ഒരു കുടുംബത്തിന്ന് വിവാഹം ചെയ്തു എന്ന് വിചാരിച്ച് ആ പുതിയാപ്പിളിനെ ആരും മാനിക്കൊന്നുമില്ല. പലരും അദ്ദേഹത്തിന്റെ എതിരാളികൾ ഉണ്ടാകും, സ്നേഹമില്ലാത്തവരുണ്ടാകും, ബന്ധമില്ലാത്തവരുണ്ടാകും. അതേ അവസരത്തിൽ അന്നത്തെ കാലഘട്ടത്തിലെ അവസ്ഥ എന്താണ്? ഒരു ഗോത്രവുമായി ഒരു കുടുംബവുമായി വിവാഹബന്ധം നടന്ന് ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ ആ ഗോത്രം എത്ര വലിയ ശത്രുക്കളാണെങ്കിലും അവരുടെ ശത്രുതക്ക് അയവ് വരാറുണ്ട്, അവരുടെ കുടിപ്പക അവസാനിക്കാറുണ്ട്, അവര് വലിയ സ്നേഹബന്ധം കാണിക്കാറുണ്ട്, അവര് വലിയ സഹായികളായി മാറാറുണ്ട്. ഇതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുതയുണ്ടായിരുന്ന പല അറബി നേതാക്കളുടെ മക്കളെയും യഹൂദി നേതാക്കളുടെ മക്കളെയും വിവാഹം കഴിച്ചതിലൂടെ ഒട്ടേറെ അറബ് ഗോത്രങ്ങൾ ഒന്നടങ്കം ഇസ്ലാമിലേക്ക് വരാൻ നിമിത്തമായിട്ടുണ്ട്. ഒട്ടേറെ യഹൂദി ഗോത്രങ്ങൾ ഒന്നടങ്കം നാടൊട്ടാകെ ഇസ്ലാമിലേക്ക് വരാനും നിമിത്തമായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുക്കളുടെ ആഞ്ഞുള്ള മുന്നേറ്റം, ആഞ്ഞടി അവസാനിപ്പിക്കാൻ, അവരുടെ ശത്രുതക്കൊരയവ് വരാൻ, ഇസ്ലാമിക പ്രബോധനത്തിനൊരു മികവ് കിട്ടാൻ, ഈ ലക്ഷ്യത്തിനു വേണ്ടിയും അവിടുന്ന് വിവാഹം കഴിച്ചിട്ടുണ്ട്. മാത്രമല്ല മുസ്ലിം കുടുംബങ്ങളിൽ തന്നെ കൂടുതൽ താനുമായി ബന്ധമുള്ള ആളുകളുമായി സ്നേഹബന്ധത്തെ വീണ്ടും വീണ്ടും അരക്കിട്ടുറപ്പിക്കുവാനും ആ വിവാഹബന്ധത്തിലൂടെയുള്ള കുടുംബങ്ങളെയും ഗോത്രങ്ങളെയും അവര് മുസ്ലിമീങ്ങളാണ് എന്നാലും കൂടുതൽ അവർ നബിതങ്ങളുടെ ബന്ധുക്കളല്ലേ, വിവാഹബന്ധത്തിലുള്ള ആളുകളല്ലേ എന്ന നിലക്ക് ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും വേണ്ടി കൂടുതൽ ത്യാഗത്തോടുകൂടെ മുന്നേറുക എന്ന ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില വിവാഹങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇതിനൊക്കെ പുറമെ, ഈ പറഞ്ഞ ലക്ഷ്യങ്ങൾക്കൊക്കെ പുറമെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഇങ്ങോട്ട് വന്ന് പലരും വിവാഹാഭ്യർത്ഥന നടത്തിയിട്ടുണ്ട്. അവരിൽ പല കിഴവികൾ പോലുമുണ്ട്. എന്തിന്? ദാമ്പത്യ സുഖം ഉദ്ദേശിച്ചുകൊണ്ടല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുമായി ജീവിതം പങ്കിട്ടു. എങ്ങനെ ആ പ്രായമേറിയ വാർദ്ധക്യത്തിന്റെ അങ്ങേറ്റത്തെത്തിയ പലരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറഞ്ഞു, പ്രവാചകരെ, അങ്ങയുടെ കൂടെ ഒരു സുഖം പങ്കിടാനല്ല, അങ്ങയുടെ ഭാര്യ എന്ന ഒരു പദവി നിലനിൽക്കാൻ. അതുകൊണ്ട് എനിക്ക് നിശ്ചയിക്കപ്പെട്ട ദിവസം, എനിക്ക് നിശ്ചയിക്കപ്പെട്ട അങ്ങയോടൊത്തുള്ള താമസത്തിന് വേണ്ടി എനിക്ക് നിശ്ചയിക്കപ്പെട്ട ദിവസം പ്രായം കുറഞ്ഞ താരതമ്യേന ചെറുപ്പക്കാരിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹയ്ക്ക് കൊടുക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു ഭാര്യയായി മരണം വരെ കഴിയണം. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായാലും മുഅ്മിനീങ്ങളുടെ ഉമ്മമാരെന്ന ആ സ്ഥാനപ്പേര് ലഭിച്ച് സ്വർഗ്ഗത്തിൽ അത്യുന്നതമായ പദവി നേടണം എന്ന് മോഹിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ ചുറ്റിപ്പറ്റിയവരും ആ വിവാഹിതരായ ആളുകളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ കഴിഞ്ഞ കാലത്തൊക്കെ അവിടുത്തെ ഭാര്യമാർക്ക് കഷ്ടത മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, പ്രയാസങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ അവര് സഹിക്കുകയാണ്. കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നമ്മൾ ഓർമ്മപ്പെടുത്തിയത് നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ലെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ആഡംബരങ്ങളും സുഖങ്ങളും ഒന്നുമില്ലാതെ കഴിഞ്ഞ ഉമ്മമാരുടെ ജീവിതത്തിൽ ഒരല്പം ഒരു ജീവിതത്തിന്റെ തുറസ് കിട്ടണം എന്ന് നബി തങ്ങളോട് ആവശ്യപ്പെട്ടപ്പോൾ അല്ലാഹു തആല നിങ്ങൾക്ക് പിരിഞ്ഞു പോകാം, അല്ലെങ്കിൽ നബി തങ്ങളുടെ കൂടെ നിൽക്കാം എന്ന തെരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യം കൊടുത്ത നേരത്ത് സർവ്വ ഉമ്മമാരും എന്താ തെരഞ്ഞെടുത്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടൊത്തുള്ള ജീവിതം. അപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വിവാഹങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോ അതിലൊക്കെ ഒരു പെണ്ണിനോടുള്ള മോഹം എന്നതല്ല നമുക്ക് കാണാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരിൽ വിശിഷ്യ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ചൊക്കെ അവിടുത്തെ ജീവിതത്തെ കുറിച്ച് അളക്കുന്ന മാനദണ്ഡം സാധാരണ ആളുകളെ കുറിച്ച് അളക്കുന്ന മാനദണ്ഡം കൊണ്ടാവാൻ പാടില്ല. അതൊരിക്കലും തർക്കമില്ലാത്തൊരു സംഗതിയാണ്, സംശയമില്ലാത്തൊരു സംഗതിയാണ്. അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വ്യക്തമായി പ്രത്യേകം അനുവദിച്ചു കൊടുത്ത പരിധിയിൽ ഒതുങ്ങി നിന്നുകൊണ്ടല്ലാത്ത ഒരൊറ്റ വിവാഹവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല. അപ്പോൾ ഒന്നാമത്തെ വിവാഹം ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ ആയിരുന്നു. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കണം,
ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ വഫാത്തിന്റെ ശേഷം നടന്നത് രണ്ടാമത്തെ വിവാഹം നബി തങ്ങളുടെ ജീവിതത്തിൽ ഭാര്യയായി കടന്നു വന്നത് നമ്മുടെ ഉമ്മ സൗദ റളിയല്ലാഹു തആല അൻഹയായിരുന്നു. സൗദ ബീവി ആരാ? ചെറുപ്പക്കാരിയായിരുന്നില്ല. അവരുടെ ആദ്യത്തെ ഭർത്താവ് സക്രാൻ എന്ന് പേരുള്ള ഒരു ഭർത്താവായിരുന്നു. ഇസ്ലാമിന്റെ ആദ്യ ദിശയിൽ തന്നെ ഇസ്ലാമിനെ കുറിച്ച് കേട്ടപ്പോൾ സക്രാൻ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ആ സക്രാന്റെ ഭാര്യയായിരുന്നു സൗദ റളിയല്ലാഹു അൻഹ. അങ്ങനെ ഇസ്ലാമിലേക്ക് ആദ്യം കടന്നു വന്നവർക്കൊക്കെ കൊടും പീഡനങ്ങളായിരുന്നു എന്ന് നമുക്കറിയാം. ശത്രുക്കൾ അവരെ വിട്ടിട്ടില്ല. സക്രാൻ റളിയല്ലാഹു അൻഹുവും സൗദ റളിയല്ലാഹു അൻഹയും മർദ്ദനം സഹിക്കവയ്യാതായപ്പോ മുസ്ലിമീങ്ങൾ ആദ്യമായി ഹിജറ പോയ അബ്സീനിയ എന്ന് അന്നറിയപ്പെടുന്ന, എത്യോപ്യ എന്ന് ഇന്നറിയപ്പെടുന്ന പ്രദേശത്തേക്കാണ് മുസ്ലിമീങ്ങൾ ആദ്യമായി ഹിജറ പോയത്. ആ ഹിജറ പോയ കൂട്ടത്തിൽ സൗദ ബീവിയും ഭർത്താവായ സക്രാനും ഉണ്ടായിരുന്നു. അവിടെ വെച്ച് സക്രാൻ റളിയല്ലാഹു തആല അൻഹു അബ്സീനിയയിൽ വെച്ച് വഫാത്തായി. ദീനിന്റെ പേരിൽ ത്യാഗം സഹിച്ച് തയ്യാറായി മക്ക വിട്ടുകൊണ്ട് മറ്റൊരു രാജ്യത്തേക്ക് ഒറ്റയ്ക്ക് തന്റെ ഭർത്താവിനെ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ആ രാജ്യത്തേക്ക് ഹിജറ പോയ സൗദ റളിയല്ലാഹു തആല അൻഹ അക്ഷരാർത്ഥത്തിൽ അവർ വിധവയായി. ആരും അവരെ സഹായിക്കാനില്ല. വിധവയാണ്. ഉറ്റവരാരും തന്നെയില്ല. ആരുടെയും ഒരു സഹായവുമില്ലാത്ത സൗദ റളിയല്ലാഹു തആല അൻഹയുടെ സംരക്ഷണം ഒരു വല്ലാത്ത വിഷയമായി മാറി. അവരാണെങ്കിൽ വൃദ്ധ വാർദ്ധക്യത്തിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. അന്നെ പ്രായം 55 പിന്നിട്ടിട്ടുണ്ട്. 55 പിന്നിട്ട സൗദ ബീവി ആരുമില്ല സഹായത്തിന്. മറുനാട്ടിലാണ് സക്രാൻ വഫാത്തായി റളിയല്ലാഹു അൻഹു വഫാത്തായി. ക്രിസ്ത്യാനികൾക്കിടയിലാ ജീവിക്കുന്നത്, ആരുമില്ല. അങ്ങനെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരാലംബയായ തന്റെ ദീനിനു വേണ്ടി ഏറ്റവും വലിയ ആത്മത്യാഗത്തിന് തയ്യാറായ, ആരുമില്ലാതെ സംരക്ഷണത്തിന് ആളില്ലാതെ കഴിയുന്ന ആ വിധവയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റെടുക്കുകയായിരുന്നു. അങ്ങനെ 55 വയസ്സ് പിന്നിട്ട സൗദ റളിയല്ലാഹു തആല അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിക്കുകയാണ്. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പെൺമക്കളൊക്കെ ഉണ്ട്. ആ പെൺമക്കളെയൊക്കെ വളർത്തിക്കൊണ്ട് ഒരു ഉത്തമ ഭാര്യയായി സൗദ റളിയല്ലാഹു തആല അൻഹ ജീവിക്കുകയുണ്ടായി. അവരെ പറ്റിയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. വാർദ്ധക്യത്തിന്റെ അങ്ങേയറ്റത്തിലെത്തിയ അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പിൽക്കാലത്ത് ഇങ്ങനെ പറഞ്ഞു, അംസിക്കീനി യാ റസൂലല്ലാഹ്, എന്നെ ഒഴിവാക്കരുത്. ഞാൻ എന്തായാലും ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ നിലനിൽക്കും. എനിക്ക് യാതൊരു രൂപത്തിലുള്ള ആഗ്രഹങ്ങളുമില്ല അങ്ങയുടെ കൂടെ. വലാകിന്നി അർജു അൻ യബ്അസനി അല്ലാഹു യൗമൽ ഖിയാമത്തി സൗജൻ ലക്, അങ്ങയുടെ ഭാര്യയായി നാളെ പരലോകത്ത് വരണം എന്ന ഒരു ആഗ്രഹമേ എനിക്കുള്ളൂ. അതുകൊണ്ട് എന്റെ ദിവസങ്ങൾ ഞാൻ ആയിഷക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ ത്യാഗത്തോടെ പിടിച്ചു നിന്ന മഹദിയാണ് സൗദ റളിയല്ലാഹു തആല അൻഹ. അതിന്റെ ശേഷമാണ് മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിക്കുന്നത്. സൗദ ബീവി നിലനിൽക്കെ തന്നെ ആരെ വിവാഹം കഴിക്കുന്നു? ആയിഷ റളിയല്ലാഹു തആല അൻഹയെ വിവാഹം കഴിക്കുന്നു. 6-ാമത്തെ വയസ്സിലാണ് വിവാഹം. 9-ാമത്തെ വയസ്സിലാണ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയെ. കന്യകാപ്രായത്തിൽ ചെറുപ്പത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്ത ഒരേ ഒരു ഭാര്യയാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോഴും ചെറുപ്പക്കാരിയാണ്. കേവലം 18 വയസ്സ് മാത്രമേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോഴും ആയിഷ റളിയല്ലാഹു തആല അൻഹക്കുള്ളൂ. പിന്നെയും നീണ്ട 40 കൊല്ലത്തോളം പ്രവാചക വിയോഗത്തിന്റെ ശേഷവും നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹ ജീവിച്ചിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിവാഹം കഴിച്ച സാഹചര്യം അവിടുത്തേക്ക് ഏറ്റവും പ്രിയപ്പെട്ട അനുയായി വൃന്ദത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടയാളായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ അബൂബക്കറുമായിട്ടുള്ള ബന്ധത്തിന് കൂടുതൽ സുദൃഢത കിട്ടാൻ മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിക്കുകയായിരുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ കാലഘട്ടത്തിൽ മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ വിവാഹം അന്വേഷിച്ച വേറെയും ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ്. വേറെ ആൾക്കാരും വിവാഹം അന്വേഷിച്ചിട്ടുണ്ട്.
ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു പരമാർത്ഥമുണ്ട്. ആയിഷ റളിയല്ലാഹു തആല അൻഹയെ ഇത്ര ചെറുപ്പത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ചു. അങ്ങനെ ആ രൂപത്തിലുള്ള ഒരു വലിയ തെറ്റും കുറ്റവുമായി കൊണ്ട് പലരും അത് പറയാറുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശത്രുക്കളാരും തന്നെ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയെ ചെറുപ്പത്തിൽ വിവാഹം കഴിച്ചതിന്റെ പേരിൽ മുശ്രിക്കുകളോ യഹൂദികളോ നസറാനികളോ റസൂലുള്ളാഹിന്റെ കാലത്തോ ശേഷം ഈ അടുത്ത കാലം വരെയുമോ വിമർശിച്ചിട്ടില്ല. എന്താ കാരണം? ആ പ്രായത്തിലൊക്കെ അന്ന് വിവാഹം നടക്കുക എന്നുള്ളത് ഒരു പുതുമുള്ള സംഗതിയല്ല. വിവാഹപ്രായം ഇസ്ലാം നിശ്ചയിച്ചിട്ടില്ല. ഇന്ന് വലിയൊരു വിവാദമാണത്. വിവാഹപ്രായത്തിന്റെ പേരിൽ നിന്ന് വിവാദങ്ങൾ കൊടുമ്പിരിക്കൊള്ളുന്ന ഒരു കാലഘട്ടമാണ്. ഇസ്ലാം ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നതിന് വിവാഹ പ്രായപരിധി നിശ്ചയിച്ചിട്ടില്ല. വരനും അതുപോലെ തന്നെ വധുവിന്റെ രക്ഷിതാവിനും കൂടിയാലോചിച്ച് തീരുമാനങ്ങൾ എടുക്കാവുന്നതാണ്. ശാരീരികമായി പക്വതയും വളർച്ചയും എത്തും. അതുപോലെ തന്നെ ആ നിലക്കുള്ള വിവാഹത്തിന് മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടെങ്കിൽ ഇസ്ലാം അത് അംഗീകരിച്ചു കൊടുക്കുന്നു. എന്നതുകൊണ്ട് 6-ാം വയസ്സിൽ എല്ലാവരെയും പിടിച്ച് കെട്ടിക്കണം, 9-ാമത്തെ വയസ്സിൽ എല്ലാവരെയും വീട് കൂട്ടണം എന്നൊന്നും ഇസ്ലാം പറഞ്ഞിട്ടില്ല. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ, സന്ദർഭങ്ങളിൽ അങ്ങനെ ഒരു രക്ഷിതാവിന് തോന്നുകയാണെങ്കിൽ അതിൽ തെറ്റില്ല. അങ്ങനെ ചെയ്തവനെ ജയിലിലടക്കേണ്ടതില്ല, അങ്ങനെ ചെയ്തവൻ മോശക്കാരനല്ല എന്ന് ലോകത്തിന് പഠിപ്പിക്കുക എന്ന നിലക്ക് കൂടി ഇവിടെ നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് വിമർശന ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ള ആരും 18-ാം നൂറ്റാണ്ടിന്റെ മുമ്പ് വരെ ഒരൊറ്റ ഗ്രന്ഥത്തിലും നബി തങ്ങൾ ചെറുപ്പക്കാരിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ വിവാഹം കഴിച്ചതിന്റെ പേരിൽ വിമർശനം ഉന്നയിച്ചിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല, ഇന്ന് ഏറെ വിമർശനം കൊണ്ട് നടക്കുന്നതാരാ? ക്രൈസ്തവ ലോകമാണ്. ഇന്ന് നബിതങ്ങളുടെ പേരിൽ ഈ ശിശുവിനെ വിവാഹം കഴിച്ചു, ശൈശവ വിവാഹത്തിന് പ്രോത്സാഹിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കുതൂഹലമുണ്ടാക്കി നടക്കുന്ന ക്രൈസ്തവർ അവര് മനസ്സിലാക്കേണ്ടതുണ്ട്. കത്തോലിക്കൻ രേഖകളിൽ കാണുന്നത് എന്താണ്? അവര് മറിയം എന്ന് പറയുന്ന, മേരി എന്ന് അവർ വിളിക്കുന്ന, മറിയം എന്ന് ബഹുമാനത്തോടുകൂടി നമ്മൾ പറയുന്ന ആ മറിയം ബീവിയെ വിവാഹമാലോചിച്ചയാളെന്ന് അവര് പറയുന്ന, നാം അത് പറയുന്നില്ല, അവര് വിവാഹമാലോചിച്ചു എന്ന്, വിവാഹത്തിന് മുന്നിട്ട് വന്നു എന്നൊക്കെ പറയുന്ന ജോസഫ് എന്ന് പറയുന്നയാള് 90 പിന്നിട്ട വൃദ്ധനായിരുന്നു. 90 പിന്നിട്ട വൃദ്ധനായിരുന്നു എന്നാണ് കാത്തലിക് രേഖകളിൽ കാണുന്നത്. അന്ന് മറിയത്തിന്റെ പ്രായമോ 10-11 വയസ്സ് പ്രായം. അതവർക്ക് നിഷേധിക്കാൻ കഴിയൂല, അതവർക്ക് തള്ളിക്കളയാൻ കഴിയൂല. അപ്പൊ അത് പണ്ട് കാലം മുതൽക്ക് തന്നെ, പണ്ടേ സമൂഹങ്ങളിൽ അങ്ങനെ നടപ്പുള്ള ഒരു സംഗതിയായതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് നടന്ന ഈ വിവാഹത്തെ ശത്രുക്കളാരും തന്നെ അന്ന് വിമർശിക്കാതിരുന്നത്. അവരതിലൊരു തെറ്റും കണ്ടില്ല, അവരതിലൊരു കുറ്റവും കണ്ടില്ല. മാത്രമല്ല, 6 വയസ്സിൽ നിക്കാഹ് ചെയ്യപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് 9-ാമത്തെ വയസ്സിലാണ്. അന്നേക്ക് അവർ പ്രായം തികഞ്ഞൊരു പെൺകുട്ടിയായിട്ടുണ്ട്. അവരുടെ ശേഷമുള്ള ജീവിതത്തിൽ അവർ പിന്നിട്ട വഴിത്താരകളിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ ആസ്വദിച്ച സ്വകാര്യ നിമിഷങ്ങളാണ് ലോകത്തിന് ഇന്നും ദാമ്പത്യ രംഗത്തുള്ള ഒട്ടേറെ മാതൃകകൾക്ക് നിമിത്തമായി മാറിയ ഹദീസുകൾ എന്നുകൂടി ചേർത്ത് വായിക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ പ്രായം പക്വതയുള്ള ഒരു ഘട്ടത്തിലാണ് അവർ വീട് കൂടിയിട്ടുള്ളത് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പൊ സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറെ ഇഷ്ടപ്പെട്ട ഈ ഭാര്യ അവിടുന്ന് വിവാഹത്തിന്റെ മുമ്പ് തന്നെ സ്വപ്നത്തിൽ അവിടത്തേക്ക് കാണിക്കപ്പെട്ടിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് തന്നെ വിവാഹശേഷം അത് പറഞ്ഞിട്ടുമുണ്ട്. 3 രാത്രികളിൽ 3 തവണ നിന്നെ എനിക്ക് സ്വപ്നത്തിൽ കാണിക്കപ്പെട്ടിട്ടുണ്ട്. ജാഅനി ബികിൽ മലകു ഫീ ഖിർഖത്തിൻ മിൻ ഹരീർ, ഒരു പട്ടു തുണിയിൽ പൊതിഞ്ഞുകൊണ്ട് ഒരു മലക്ക് നിന്നെ എന്റെ അടുക്കൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഇതാണ് നിന്റെ പെണ്ണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നിന്റെ മുഖം തുറന്നു നോക്കിയപ്പോൾ നീ അതിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് അല്ലാഹുവിന്റെ വിധിയാണെങ്കിൽ ഇത് നടക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞത് ഞാൻ നിന്നെ അറിയിക്കുന്നു എന്ന് മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് പിൽക്കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ആയിഷ റളിയല്ലാഹു അൻഹയെ പോലെ ബുദ്ധിമതിയായ വിജ്ഞാന രംഗത്ത് ശോഭിച്ചു നിന്ന മറ്റൊരു ഭാര്യയുണ്ടായിട്ടില്ല.
ധാരാളക്കണക്കിന് വിഷയങ്ങളിൽ, വൈവിധ്യമാർന്ന വിജ്ഞാന ശാഖകളിൽ അതിൽ ഖുർആനിക ശാസ്ത്രമുണ്ട്, ഹദീസുകളുണ്ട്, സാഹിത്യമുണ്ട്, പദ്യമുണ്ട്, ചരിത്രമുണ്ട്, വൈദ്യശാസ്ത്രമുണ്ട്, രാഷ്ട്രീയമുണ്ട്. എല്ലാ മേഖലകളിലും തന്റേതായ പ്രാഗൽഭ്യം തെളിയിച്ച വൈജ്ഞാനിക രംഗത്ത് ധാരാളക്കണക്കിന് ഹദീസുകൾ മുസ്ലിം ലോകത്തിന് സംഭാവനയർപ്പിച്ച പ്രവാചക ഭാര്യമാരുടെ കൂട്ടത്തിലെ തിളങ്ങി നിൽക്കുന്ന നക്ഷത്രം തന്നെയാണ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്നവരാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ. ഒരുപാട് കാര്യങ്ങളിൽ അവർ സ്വഹാബത്തിന് വിജ്ഞാനം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഒട്ടേറെ പ്രഗത്ഭരായ സ്വഹാബിമാർക്ക് ആയത്തുകളുടെ തഫ്സീർ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, ഹദീസുകൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. തർക്കമുള്ള പല വിഷയങ്ങളിലും സ്വഹാബാക്കൾ ആയിഷ റളിയല്ലാഹു അൻഹയെ സമീപിച്ച ചരിത്രം നമുക്ക് കാണാം. അപ്പൊ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ വിവാഹം കഴിച്ചതിലൂടെ ലോകത്തിനൊരുപാട് വൈജ്ഞാനിക രംഗത്തേക്ക് ഒരു വമ്പിച്ച കവാടം തുറന്നു കൊടുക്കുക കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നതാണ് പണ്ഡിതന്മാർ അവരുടെ ചരിത്രങ്ങളെ സംക്ഷിപ്തമായും വിശദമായും ഒക്കെ വിവരിച്ചതിന്റെ ശേഷം അടിക്കുറിപ്പായി എഴുതി ചേർത്തിട്ടുള്ളത്. ഇനി അവിടുത്തെ 4ാമത്തെ വിവാഹമായിരുന്നു ഹഫ്സ റളിയല്ലാഹു അൻഹുമായിട്ടുള്ള വിവാഹം. അതാരാണ്? തനിക്കേറെ ഇഷ്ടപ്പെട്ട അബൂബക്കറിന്റെ സ്ഥാനം കഴിച്ചാൽ 2ാമത്തെ സ്ഥാനത്തിരിക്കുന്ന ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകളാണ് ഹഫ്സ റളിയല്ലാഹു അൻഹ. അതായിരുന്നു ഖദീജ റളിയല്ലാഹു തആല അൻഹയ്ക്ക് ശേഷം അവിടത്തേക്ക് കടന്നു വന്ന മറ്റൊരു ഭാര്യ. അവരെ അതും വിധവയായി മാറിയതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭാര്യയായി വരുന്നതിന്റെ മുമ്പ് ഹഫ്സ റളിയല്ലാഹു തആല അൻഹയെ ആദ്യം ഖുനൈസ് ഇബ്നു ഖുദാഫ എന്ന് പറയുന്ന ഒരു സഹാബിയാണ് വിവാഹം കഴിച്ചിരുന്നത്. അദ്ദേഹം ബദറിലൊക്കെ പങ്കെടുത്തയാളാണ്. എന്നാൽ അദ്ദേഹത്തിന് പരിക്ക് പറ്റി, യുദ്ധത്തിൽ പരിക്ക് പറ്റി. ആ അവസരത്തിൽ മുറിവുണ്ടായി. ആ മുറിവ് വളർന്ന് വലുതായപ്പോൾ ഈ സഹാബി വഫാത്താവുകയാണ് ഉണ്ടായത്. ബദറിന്റെ ശേഷം മഹാനായ ഈ മഹദിയായ ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ ആദ്യ ഭർത്താവ് ഖുനൈസ് റളിയല്ലാഹു തആല അൻഹു വഫാത്താവുകയാണ് ഉണ്ടായത്. അതേ ഘട്ടത്തിൽ തന്നെ ബദറിന്റെ ശേഷമായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മകൾ റുഖിയ റളിയല്ലാഹു തആല അൻഹ വഫാത്തായതും. അപ്പൊ എന്തായി? ഈ ഘട്ടത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു ഏറെ വിഷമിച്ച നേരമാണ്. മകളുടെ ഭർത്താവ് മരണപ്പെട്ടിട്ടുണ്ട്, മകൾ വിധവയായിട്ടുണ്ട്, ചെറുപ്പക്കാരിയായ മകളാണ്. ഇനി എന്ത് ചെയ്യും എന്ന വിഷമത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ നടക്കുകയാണ്. ആ ഘട്ടത്തിലാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവും, ഇപ്പൊ ഭാര്യയില്ലാതെ റുഖിയ റളിയല്ലാഹു അൻഹു വഫാത്തായല്ലോ. അപ്പൊ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു സമീപിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എന്റെ മോളെ വിവാഹം കഴിക്കണം, എന്റെ മോളങ്ങൾ വിവാഹം കഴിക്കൂ, ഹഫ്സയെ വിവാഹം കഴിച്ചുകൂടെ എന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു താല്പര്യം പറഞ്ഞില്ല. അപ്പൊ അദ്ദേഹം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പോയി ചോദിക്കാണ്, ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കാണ്, സ്നേഹിതനായ അബൂബക്കറിനോട് ചോദിക്കാണ്, എന്റെ മകൾ നിങ്ങൾ വിവാഹം കഴിച്ചോളൂ, എന്റെ മകൾ വിധവയാണ്, നിങ്ങൾ വിവാഹം കഴിക്കണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഒന്നും മിണ്ടിയില്ല, ഒന്നും മൗനം പാലിച്ചു. പിന്നീട് മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറയപ്പെട്ടു. എന്താ പറയപ്പെട്ടത്? യതസവ്വജു ഹഫ്സ മൻ ഹുവ ഖൈറും മിൻ ഉസ്മാൻ വയതസവ്വജു ഉസ്മാനു മൻ ഹിയ ഖൈറും മിൻ ഹഫ്സ. ഹഫ്സയേക്കാൾ ഉത്തമയായ ഒരാളെ ഉസ്മാൻ വിവാഹം കഴിച്ചോളും. അതുപോലെ തന്നെ ഉസ്മാനേക്കാൾ ഖൈറായ ഒരാളെ ഹഫ്സക്ക് ഭർത്താവായിട്ടും കിട്ടും. അത് അക്ഷരം പ്രതി പുലരുകയാണ് ഉണ്ടായത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് ഹഫ്സയേക്കാൾ മുന്തിയ ഒരു ഭാര്യയെ കിട്ടി. അതാരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തന്നെ മറ്റൊരു മോളായ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹയെ നബി തങ്ങൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് വിവാഹം കഴിപ്പിച്ചു കൊടുത്തു. കുറെ കാലം കഴിഞ്ഞു ഉമ്മു കുൽസൂം വഫാത്തായി. ദുന്നൂറൈൻ എന്ന സ്ഥാനപ്പേരാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് ചരിത്രത്തിലുള്ളത്. 2 പ്രകാശങ്ങളുടെ ഉടമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ 2 മക്കളെ വിവാഹം കഴിക്കാനുള്ള അവസരം കിട്ടിയ ഏക സ്വഹാബി എന്ന നിലക്ക് ദുന്നൂറൈൻ എന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ അറിയപ്പെടുന്നു. കെട്ടിച്ചു കൊടുക്കുന്ന മക്കളൊക്കെ മരിച്ചു പോവുകയാണ്. ഇനി ഇയാൾക്ക് പെണ്ണിനെ കൊടുത്തുകൂടാന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിന്തിച്ചിട്ടില്ല. ഇതൊരു ലക്ഷണം കെട്ട പുതിയാപ്പളയെന്ന് അള്ളാന്റെ റസൂലിന് തോന്നിയിട്ടില്ല. ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ വഫാത്തായപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ പുറത്ത് കൊട്ടിയിട്ട് ആശ്വസിപ്പിച്ച് തലോടിയിട്ട് സ്നേഹത്തോടെ പറഞ്ഞു, ഉസ്മാൻ
ഞാൻ നിന്നെ വല്ലാതെ സ്നേഹിക്കുന്നു, എനിക്കിനി വേറൊരു മോളുണ്ടായിരുന്നുവെങ്കിൽ മൂന്നാമതായി അവളെയും നിനക്ക് ഞാൻ വിവാഹം കഴിപ്പിച്ച് തരുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. റളിയല്ലാഹു അൻഹു, മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഞാൻ അതിലേക്ക് ഇപ്പോൾ പ്രവേശിക്കുന്നില്ല. അപ്പോ ഹഫ്സ റളിയല്ലാഹു തആല അൻഹക്ക് ഭർത്താവായി കിട്ടിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ തന്നെയാണ്. അങ്ങനെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹഫ്സ റളിയല്ലാഹു തആല അൻഹയെ വിവാഹം കഴിക്കുകയാണ് ഉണ്ടായത്. ഇതിലൂടെ എന്തായി? ഉമർ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന തന്റെ ഏറ്റവും അടുപ്പമുള്ള സ്നേഹിതന്റെ വ്യസനത്തിന് പരിഹാരം കിട്ടി. വിധവയായ തന്റെ മകളെ ആര് വിവാഹം കഴിക്കും എന്നോർത്തുകൊണ്ട് നടന്ന ആ വിഷമത്തിന് പരിഹാരം കിട്ടി. അതാണ് ഒന്നാമത്തെ പ്രത്യേകത. രണ്ടാമത്, ഇസ്ലാമിന് വേണ്ടി ആത്മാർപ്പണം ചെയ്ത മഹാനായ ഖുനൈസ് റളിയല്ലാഹു അൻഹുവിനോടുള്ള കടപ്പാട് നിർവഹിക്കപ്പെട്ടു. മാത്രമല്ല ഹഫ്സ റളിയല്ലാഹു അൻഹ അവിടുത്തെ വൈധവ്യത്തിൽ നിന്ന് മോചിതയായി ഉത്തമമായ ഒരു പദവിയിലേക്ക് എത്തിച്ചേരാൻ വഴി തുറക്കുകയും ചെയ്തു. പിന്നീട് അവിടുത്തെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഭാര്യയാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ. ഇവരുടെയൊന്നും ചരിത്രം ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഹിജ്റ 3-ലോ 4-ലോ ആണ് ആ വിവാഹം നടന്നത്. അബൂ സലമ റളിയല്ലാഹു തആല അൻഹ ആയിരുന്നു ആദ്യ ഭർത്താവ്. അബൂ സലമ, ഉമ്മു സലമ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. മദീനയിലേക്ക് ഹിജ്റ പോയപ്പോൾ ആദ്യമായി ഹിജ്റ പോകാൻ ധൈര്യം കാണിച്ച കുടുംബമാണ്, കുടുംബസഹിതം പോകാൻ ധൈര്യം കാണിച്ച കുടുംബമാണ് അബൂ സലമയും ഉമ്മു സലമയും. അങ്ങനെ ആ അബൂ സലമയുടെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പിന്നീട് ഭാര്യയായി തീർന്ന ഉമ്മു സലമ അവര് ജീവിച്ചു കൊണ്ടിരിക്കെ മഹാനായ അബൂ സലമ റളിയല്ലാഹു അൻഹുവിനും ഉഹദിലോ ബദറിലോ പങ്കെടുത്ത ഒരു മാരകമായ മുറിവ് മുഖേന വലുതായി മഹാനവറുകൾ വഫാത്താവുകയാണ് ഉണ്ടായത്. അബൂ സലമ റളിയല്ലാഹു തആല അൻഹു വഫാത്തായപ്പോ 4 അനാഥ കുട്ടികളെയും വിധവയായ ഉമ്മു സലമ ബീവിയെയും തനിച്ചാക്കിക്കൊണ്ടാണ് അബൂ സലമ റളിയല്ലാഹു തആല അൻഹു വഫാത്താകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കുടുംബത്തെ രക്ഷിക്കാൻ ഉദ്ദേശിച്ചു. ആരുമില്ലാതെ ഒന്നെല്ലാം ഉപേക്ഷിച്ചിട്ടുകൊണ്ട് മുസ്ലിമായ തന്റെ ഭർത്താവിനെയും കൈക്കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് മദീനയിലെത്തി നിരാലംബയായി തീർന്ന ആരുമില്ലാത്ത കുടുംബങ്ങൾ പോലും കൈയൊഴിഞ്ഞ ഉമ്മു സലമ 4 അനാഥ കുട്ടികളുണ്ട്, വിധവയാണ്. ആരും സഹായത്തിനില്ലാത്ത ആ ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റെടുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾക്കുള്ള സംരക്ഷണം ഞാൻ നൽകാം. ആ വിധവയായ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയെ അല്ലാഹുവിന്റെ റസൂല് വിവാഹം അന്വേഷിച്ചപ്പോൾ ഉമ്മു സലമ ബീവി പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകരെ, എനിക്കങ്ങേ ഇഷ്ടം തന്നെയാണ്, പക്ഷേ എനിക്ക് ചില തകരാറുകളുണ്ട്. എനിക്ക് പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന ഒരു പ്രകൃതമുണ്ട്. അതുപോലെ തന്നെ എനിക്കൊരുപാട് മക്കളുമുണ്ട്. ആ മക്കളൊക്കെ നിങ്ങൾക്ക് വല്ലാത്തൊരു പ്രയാസമാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, വിഷമിക്കണ്ട, നിങ്ങൾ ഒരുപാട് കുട്ടികളുടെ ഉമ്മയാണെന്നതല്ലേ നിങ്ങളുടെ പ്രശ്നം, അത് ഞാൻ ഏറ്റെടുത്തുകൊള്ളാം, അവരെ ഞാൻ നോക്കിക്കൊള്ളാം, അല്ലാഹുവിന്റെ സംരക്ഷണം ഉണ്ടാകും അവർക്ക്. പിന്നെ നിങ്ങൾക്ക് ദേഷ്യം പിടിക്കുന്ന ഒരു പ്രകൃതാന്നല്ല പറഞ്ഞത്, അത് സാരല്ല, ഫൈനി അദ്ഉല്ലാഹ്, ഞാൻ അല്ലാഹുവോട് തേടിക്കൊള്ളാം, അൻയുദ്ഹിബ അൻകി ദാലിക്, ആ സ്വഭാവം നിങ്ങളിൽ നിന്ന് നീങ്ങിക്കിട്ടാൻ ഞാൻ റബ്ബിനോട് ദുആ ചെയ്തോളാം, നിങ്ങൾ വിഷമിക്കേണ്ടതില്ലെന്ന് പറഞ്ഞ് മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ ജീവിതത്തിൽ വിചാരിക്കാത്ത ഒരു ഭാര്യാ പദവിയിലേക്ക് എത്തുകയാണ്. അവര് ഭർത്താവ് രോഗിയായിരുന്ന കാലത്ത്, ഭർത്താവ് രോഗിയായി കിടക്കുന്ന കാലത്ത് ഉമ്മു സലമ ബീവിയോട് പറഞ്ഞിരുന്നു, ഉമ്മു സലമ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ഒരു കാര്യം നീ എപ്പോഴും ഓർക്കണം, എന്റെ കാര്യം ഓർത്തുകൊണ്ട് എന്റെ രോഗം കഠിനമാകുമ്പോ നീ ദുഃഖിക്കരുത്, വിഷമിക്കരുത്. നീ ഒരു കാര്യം ഓർക്കണം, ആരെങ്കിലും വിഷമങ്ങളും പ്രയാസങ്ങളും ആപത്തുകളും ബാധിക്കുന്ന നേരത്ത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ആ നിലക്ക് പ്രത്യേകമായ പ്രാർത്ഥനകൾ, അല്ലാഹുമ്മ അജ്റുനി ഫീ മുസീബതി വഅഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ, അല്ലാഹുവേ എനിക്ക് ബാധിച്ചിട്ടുള്ള മുസീബത്തിൽ നീ എനിക്ക് പ്രതിഫലം തരണേ, എനിക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ വലുത് പകരമായി തരണേ എന്ന് പറഞ്ഞാൽ അല്ലാഹു അതുപോലെ പകരം തരാതിരിക്കില്ല എന്ന് അന്ന് അബൂ സലമ റളിയല്ലാഹു തആല അൻഹു രോഗിയായി കിടക്കുമ്പോ ഭാര്യയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അബൂ സലമ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന്റെ ശേഷം മഹദിയായ ഉമ്മു സലമ അതിങ്ങനെ ഓർക്കുകയാണ്. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, അന്ന് അവരിങ്ങനെ മനസ്സുകൊണ്ട് പറഞ്ഞു, എനിക്ക് അബൂ സലമയേക്കാൾ മുന്തിയ ഒരു ഭർത്താവിനെ എങ്ങനെ കിട്ടാനാണ്? എന്നാലും അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ പ്രാർത്ഥന പറയാതിരിക്കാൻ പറ്റില്ലല്ലോ.
സഹിച്ചുകൊണ്ട് മനസ്സിലേറെ ദുഃഖം കടിച്ചമർത്തിക്കൊണ്ട് റബ്ബിനോട് അവർ പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, എനിക്ക് ബാധിച്ചിട്ടുള്ള മുസീബത്തിൽ പ്രതിഫലം തരണേ, എനിക്ക് നഷ്ടമായതിനേക്കാൾ ഖൈർ തരണേ. അബൂസലമയേക്കാൾ നഷ്ടമായത് പിന്നീട് എനിക്ക് എന്റെ റബ്ബ് തിരിച്ചു തന്നു. അതാരാ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഭർത്താവിന്റെ ഭാര്യയായി ലോക മുസ്ലിമീങ്ങളുടെ ഉമ്മയായി വിരാജിക്കുവാൻ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹക്ക് ഈ വിവാഹത്തിലൂടെ നിമിത്തമായി. അപ്പോ പറക്കമുറ്റാത്ത 4 കുഞ്ഞുങ്ങളെയും ഒരു വിധവയെയും സംരക്ഷിച്ചെടുക്കുക എന്ന ഏറ്റവും വലിയ ഉത്തമമായ ഒരു ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട് തന്നെയായിരുന്നു. അതല്ലാത്ത ഒരു ശാരീരിക സുഖത്തിനായിരുന്നില്ല ആ വിവാഹവും എന്ന് വക്രതയില്ലാത്ത നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ഏതൊരു കൊച്ചുബുദ്ധിക്കും മനസ്സിലാക്കുവാൻ സാധിക്കും. പിന്നീട് നടന്ന അവിടുത്തെ ജീവിതത്തിലേക്ക് കടന്നു വന്ന മറ്റൊരു ഉമ്മ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭാര്യ സൈനബ ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹാ. ഹിജ്റ 5-ാമത്തെ കൊല്ലത്തിലാണ് ആ വിവാഹം നടന്നത്. ആ വിവാഹത്തിന്റെയും പശ്ചാത്തലം പ്രമാദമായ പ്രസിദ്ധമായ ഒരു ചരിത്രമായിരുന്നു. ആദ്യം അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കീഴിൽ ഒരു പോറ്റുമകൻ ഉണ്ടായിരുന്നല്ലോ, സയ്യിദ് റളിയല്ലാഹു തആല അൻഹു. ആ സയ്യിദ് റളിയല്ലാഹു അൻഹു എന്ന വളർത്തു പുത്രനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കീഴിൽ തന്നെ വളർന്നു വന്ന സൈനബ എന്ന് പറയുന്ന ചെറുപ്പക്കാരിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ചു കൊടുത്തത്. അന്നേ സയ്യിദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിട്ടുണ്ട്, പ്രവാചകരെ, അവരുമായി ഒത്തുപോകാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവർ ഉന്നത കുലജാതയാണ്, ഞാനാണെങ്കിൽ അങ്ങയുടെ ഒരു വളർത്തുമകൻ മാത്രമാണ്. സൈനബ റളിയല്ലാഹു തആല അൻഹക്കും ആ വിവാഹത്തോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ അള്ളാന്റെ റസൂല് പറഞ്ഞപ്പോ, അള്ളാന്റെ റസൂലിന്റെ നിർദ്ദേശത്തിന്റെ മുമ്പിൽ പ്രവാചക തീരുമാനത്തെ ധിക്കരിക്കാൻ പറ്റില്ലല്ലോ. അവിടുന്ന് എന്ത് കൽപ്പിച്ചാലും ശിരസാ വഹിക്കുന്നവരായിരുന്നു സഹാബ പുരുഷന്മാരും സഹാബ വനിതകളും. അതുകൊണ്ട് വലിയ ഇഷ്ടമില്ലായിരുന്നിട്ട് കൂടി സൈനബ റളിയല്ലാഹു തആല അൻഹ സയ്യിദ് റളിയല്ലാഹു അൻഹുമായിട്ടുള്ള ആദ്യ വിവാഹത്തിന് സമ്മതം മൂളുകയായിരുന്നു. ആ വിവാഹം അധിക കാലം നീണ്ടു നിന്നില്ല. അവരുടെ ജീവിതത്തിൽ സ്വരച്ചേർച്ചകളില്ലാതെയായി, അസ്വാരസ്യങ്ങൾ പടർന്നു, അത് വളർന്നു വലുതായി. അപ്പോഴൊക്കെ സയ്യിദ് റളിയല്ലാഹു തആല അൻഹു നബിതങ്ങളെ സമീപിച്ചുകൊണ്ട് പറയും, പ്രവാചകരെ, സൈനബുമത്തുള്ള ജീവിതം എനിക്ക് കഴിയില്ല, അതുകൊണ്ട് ഞാൻ അവരെ ത്വലാഖ് ചൊല്ലിയാലോ, ഞാൻ അവരെ വിവാഹമോചനം ചെയ്യാൻ അങ്ങ് അനുവദിക്കണം. അപ്പോഴൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അരുത്, നിങ്ങൾ അവരെ പിടിച്ചു വെക്കണം, അവരുടെ കൂടെ തന്നെ നിങ്ങൾ സഹിച്ച് ക്ഷമിച്ച് കഴിയണം എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ അള്ളാഹുവിന്റെ നിയോഗം മറ്റൊന്നായിരുന്നു. അവർ ഒത്തുപോയില്ല. സയ്യിദ് റളിയല്ലാഹു അൻഹു സൈനബ റളിയല്ലാഹു അൻഹയെ ത്വലാഖ് ചൊല്ലി. ത്വലാഖ് ചൊല്ലിയിട്ട് പിന്നീട് അള്ളാഹു അന്ന് നിലവിലുണ്ടായിരുന്ന ഒരു നിയമത്തെ പൊളിച്ചെഴുതുവാൻ വേണ്ടി ഒരു വിവാഹം നടത്തി കൊടുക്കുകയാണ്. അതാണ് സൈനബുമായിട്ടുള്ള വിവാഹം. എന്താണ് അന്ന് നിലവിലുണ്ടായിരുന്ന ഒരു നിയമം? കുട്ടികളില്ലാത്ത ദമ്പതിമാർ അന്ന് ദത്തുമക്കളെ എടുക്കും, കുട്ടികളെ എടുത്തു വളർത്തിയുണ്ടാക്കും. അങ്ങനെ വളർത്തിയുണ്ടാക്കിയാൽ പോറ്റുമ്മയോടും പോറ്റുപ്പയോടും ഈ പോറ്റുമക്കൾക്ക് മാതാപിതാക്കളോടുള്ള ബന്ധം പോലെയുള്ള ബന്ധങ്ങളും അവകാശങ്ങളുമാണ് നിലനിന്നിരുന്നത്. അഥവാ ഈ ദത്തുപുത്രൻ വളർത്തുപുത്രന്റെ വളർത്തുന്ന ഉപ്പ കുട്ടിയുടെ ഉപ്പയെ പോലെ എല്ലാ നിലക്കും അങ്ങനെ തന്നെ ചേർത്തു പറയും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പണ്ട് കാലത്ത് സയ്യിദ് ഇബ്നു മുഹമ്മദ് എന്നാ പറഞ്ഞിരുന്നത്, മുഹമ്മദിന്റെ പുത്രൻ സയ്യിദ് എന്ന്. പിന്നീട് ഖുർആനിക നിയമം ഇറങ്ങി അത് നിരോധിച്ചു. മാകാന മുഹമ്മദുൻ അബാ അഹദിൻ മിർ റിജാലിക്കും വലാകിർ റസൂലുള്ളാഹി വഖാതമൻ നബിയ്യീൻ. മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളിൽ ഒരാളുടെയും ഉപ്പയല്ല, ഒരു ആൺകുട്ടിയുടെയും ഉപ്പയല്ല, അല്ലാഹുവിന്റെ ദൂതനാണ്, അന്തിമ പ്രവാചകനാണ് എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ച വചനം ഇറങ്ങിയതിന്റെ ശേഷം ആ നിലക്കുള്ള വിളികൾ നിരോധിക്കപ്പെട്ടു. പിന്നീട് നിയമമിറങ്ങി, ദത്തുപുത്രനെ സ്വന്തം പുത്രനെ പോലെ കണക്കാക്കരുത്, അനന്തരാവകാശമില്ല, ആ നിലക്കുള്ള നിയമങ്ങളൊന്നും പാടില്ല. ദത്തുപുത്രൻ അന്യൻ തന്നെയാണ്, അന്യ സ്ത്രീ സ്ത്രീ തന്നെയാണ്, അന്യ സ്ത്രീ തന്നെയാണ്, പുരുഷൻ അന്യ പുരുഷൻ തന്നെയാണ്. സ്വന്തം മക്കളുടേതായ പദവിയോ സ്ഥാനമോ വകവെച്ചു കൊടുക്കാൻ പറ്റില്ല, അത് പാടില്ല. അവരെ ഇനി മറ്റൊരാളിലേക്ക് ചേർത്ത് പറയരുത്. ഉദ്ഉഹും ലിആബാഇഹിം ഹുവ അഖ്സതു ഇൻദല്ലാഹ്. അവരെ അവരുടെ പിതാക്കളിലേക്ക് ചേർത്തുകൊണ്ടേ വിളിക്കാവൂ. ആ കുട്ടികളുടെ രക്ഷിതാക്കൾ അവരുടെ പിതാവ് ആരാണെങ്കിൽ അവരിലേക്ക് മാത്രമേ ആ മക്കളെ ചേർത്ത് വിളിക്കാവൂ. ഇനി അവരെ ആരാണെന്ന് അറിയില്ലെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങളായി പരിഗണിക്കണം എന്നതല്ലാതെ
അവരെ വളർത്തുന്ന പോറ്റുപ്പയിലേക്ക് ചേർത്തുകൊണ്ട് വിളിക്കരുത് എന്നവരെ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്സാബിലൂടെ കൃത്യമായ വചനങ്ങൾ ഇറക്കി. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അന്ന് നിലവിലുള്ള ദത്തുപുത്രൻ സ്വന്തം ബാപ്പയെ പോലെയാണ്. അതുകൊണ്ട് ആ ദത്തുപുത്രന്റെ ഭാര്യ ഈ വളർത്തിയ ഉപ്പയുടെ ആരാണ്? മകളുടെ സ്ഥാനത്തായിരുന്നു. അന്ന് സമൂഹം അങ്ങനെയാ കൽപ്പിച്ചിരുന്നത്. അത് പൊളിച്ചെഴുതാണ് ഇസ്ലാം. അത് ഇസ്ലാം പൊളിച്ചെഴുത്. അങ്ങനെ ഒന്നില്ല. ദത്തുപുത്രൻ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടി ഈ വളർത്തുന്ന ഉപ്പയുടെ അന്യ സ്ത്രീ തന്നെയാണ്, മകളല്ല. ഇനി ഏറെ വേണ്ടി വന്നാൽ ഈ ദത്തുപുത്രൻ ആ ഭാര്യയെ വിവാഹമോചനം ചെയ്താൽ ഈ വളർത്തുന്ന ഉപ്പക്ക് കല്യാണം കഴിക്കാം. അത് മകളെ കല്യാണം കഴിക്കുക എന്ന പാതകത്തിൽ പെടുകയില്ല. അത് മകളെ വിവാഹം കഴിക്കുക എന്ന ആക്ഷേപത്തിന് അർഹമാവുകയില്ല എന്ന് ലോകത്തിന്റെ മുമ്പിൽ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി സയ്യിദ് റളിയല്ലാഹു തആല അൻഹു സൈനബ റളിയല്ലാഹു അൻഹയെ ത്വലാഖ് ചൊല്ലിയപ്പോൾ അല്ലാഹു തആല നിയമം പറഞ്ഞു, ഫലമ്മാ ഖദാ സയ്യിദും മിൻഹാ വതറൻ സവ്വജ്നാകഹാ ലികൈ ലാ യകൂന അലൽ മുഅ്മിനീന ഹറജുൻ ഫീ അസ്വാജി അദ്ഇയാഇഹിം ഇദാ ഖദൗ മിൻഹുന്ന വതറാ. അല്ലാഹു തആല കൃത്യമായി തന്നെ പഠിപ്പിച്ചു. എന്ത്? ഫലമ്മാ ഖദാ സയ്യിദും മിൻഹാ വതറൻ, സയ്യിദ് റളിയല്ലാഹു അൻഹു ആവശ്യം നിർവഹിച്ചു കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞാൽ സയ്യിദ് റളിയല്ലാഹു അൻഹു അവസാനം ആരെ തലാഖ് ചൊല്ലി? സൈനബ ബീവിയെ തലാഖ് ചൊല്ലി. അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വിവാഹം കഴിച്ചു കൊടുത്തു. അവിടെ വലിയൊന്നുമില്ല, അല്ലാഹ് നേരിട്ട് നടത്തുന്ന വിവാഹം. അതുകൊണ്ട് സൈനബാബി എപ്പോഴും ഭയങ്കര വല്ലാത്തൊരു അഭിമാനം എപ്പോഴും പറയാറുണ്ട് മറ്റു ഭാര്യമാരുടെ കൂട്ടത്തിൽ. നിങ്ങളെ കൂട്ടത്തിലൊക്കെ എനിക്ക് വലിയ പവറുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പലപ്പോഴും പവർ പറയാറുള്ളത് എന്താ? കന്യകാ പ്രായത്തിൽ ആരും തൊടാത്ത ഒരു പെണ്ണിനെ നബിക്ക് കിട്ടിയത് ഞാനാണ്. നിങ്ങൾ ആ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോന്നോ അവര് പറയാറുണ്ടായിരുന്നത്. അത് ശരിയാണ്. മറ്റുള്ളതൊക്കെ വിധവകളെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ചത്. എന്നാൽ സൈനബ റളിയല്ലാഹു തആല എപ്പോഴും പറയാറുള്ളത് എന്താ? നിങ്ങളൊക്കെ വിവാഹം ഭൂമിയിൽ വെച്ചിട്ടാണ് നടന്നത്, രക്ഷിതാക്കളിലൂടെ വിവാഹം നടന്നത്. എന്റേതോ ഏഴാകാശത്തിന്റെയും മുകളിൽ വെച്ച് സർവശക്തനായ റബ്ബാണ് എന്നെ നിക്കാഹ് ചെയ്ത റസൂലുള്ളാഹിക്ക് പുതുനാരിയാക്കി കൊടുത്തത് എന്നവര് പലപ്പോഴും മേന്മ പറയാറുണ്ട്. തികച്ചും സത്യസന്ധമായിരുന്നു അത്. ചുരുക്കി പറയട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അല്ലാഹ് നേരിട്ട് വിവാഹം കഴിപ്പിച്ചു കൊടുത്തു സൈനബ റളിയല്ലാഹു അൻഹയെ. എന്തിനു വേണ്ടി? ലികൈ ലാ യകൂന അലൽ മുഅ്മിനീന ഹറജുൻ ഫീ അസ്വാജി അദ്ഇയാഇഹിം ഇദാ ഖദൗ മിൻഹുന്ന വതറാ. ഇനി വിശ്വാസികൾ ദത്തെടുത്ത് വളർത്തിയിട്ടുള്ള ഏതെങ്കിലും ഒരു കുട്ടിയെ ആ മകൻ തലാഖ് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നത് മകളെ കല്യാണം കഴിക്കലാവില്ല എന്ന നിയമം പഠിപ്പിക്കാൻ വേണ്ടി തന്നെയാണ്. അള്ളാഹുവിന്റെ കാര്യങ്ങളും കൽപ്പനകളും ഒക്കെ അത് നടപ്പിൽ വരുത്തപ്പെടുന്ന പ്രവർത്തിക്കപ്പെടുന്നവ തന്നെയാണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദ് റളിയല്ലാഹു അൻഹു തലാഖ് ചൊല്ലിയ ഈ മഹദിയെ വിവാഹം കഴിച്ചതിലൂടെ ഈ ഒരു ലക്ഷ്യം ലോകത്തിന്റെ മുമ്പാകെ ഈ ഒരു മാതൃക, ഈ ഒരു നിയമം പഠിപ്പിക്കൽ കൂടിയായിരുന്നു അതിന്റെ പിന്നിലുണ്ടായിരുന്ന മഹനീയമായ ലക്ഷ്യം എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പിന്നീട് കടന്നു വന്ന മറ്റൊരു സഹാബ വനിതയായിരുന്നു, അതല്ലെങ്കിൽ അവിടുത്തെ ഭാര്യയായി കടന്നു വന്നത് ജുവൈരിയ റളിയല്ലാഹു തആല അൻഹയാണ്. ജുവൈരിയ, മുസ്ലിമീങ്ങള്, നമ്മുടെ സഹോദരങ്ങളെ എല്ലാവരും പഠിച്ചു വെക്കണം. അള്ളാന്റെ റസൂലിന്റെ ഭാര്യമാരുടെ പേരറിയണം, അവിടുത്തെ പെൺമക്കളെയും ആൺമക്കളുടെയൊക്കെ പേരറിയണം, അവിടുത്തെ ചരിത്രം പഠിക്കുമ്പോ. ഇപ്പൊ ജുവൈരിയ റളിയല്ലാഹു തആല അൻഹയാണ് പിന്നീട് കടന്നു വന്ന ഭാര്യ. ഹിജ്റ 5-ലാണ് ആ വിവാഹം നടന്നത്. അവരാരുടെ മകളായിരുന്നു? ബനൂ മുസ്തലഖ് ഗോത്രത്തിന്റെ നേതാവും പ്രമാണിയുമായിരുന്ന ഹാരിസ് എന്ന് പറയുന്ന ഒരാളുടെ കീഴിലായിരുന്നു അവർ ജീവിച്ചിരുന്നത്. ആ ബനൂ മുസ്തലഖ് യുദ്ധത്തിലെ ഇവർക്ക് പരാജയമുണ്ടായപ്പോ ബന്ദികളുടെ കൂട്ടത്തിൽ ജുവൈരിയ പിടിക്കപ്പെട്ടു. ജുവൈരിയ ബന്ദിയായി പിടിക്കപ്പെട്ടു. ബനൂ മുസ്തലഖിന്റെ നേതാവിന്റെ ഭാര്യയാണ്. അവര് ബന്ദിയായി പിടിക്കപ്പെട്ടു. സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ഓഹരിയിലാണ് ജുവൈരിയ റളിയല്ലാഹു തആല അൻഹ വീതിക്കപ്പെട്ടപ്പോൾ വന്നത്. അങ്ങനെ അവിടെ ബന്ധിയായ പിന്നെ അടിമയാണല്ലോ. ആ അടിമക്ക് പിന്നെ മോചനം കിട്ടണമെങ്കിൽ മോചന മൂല്യം നൽകാൻ കഴിയണം. സാബിത്ത് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ജുവൈരിയയെ മോചിപ്പിക്കാം, പക്ഷേ നല്ല വില തരണം. അങ്ങനെ വില തരാൻ ജുവൈരിയ റളിയല്ലാഹു തആല അൻഹയോട് സാബിത്ത് റളിയല്ലാഹു അൻഹു ആവശ്യപ്പെട്ടു, എങ്കിൽ മോചനപത്രം എഴുതാം. ജുവൈരിയ റളിയല്ലാഹു തആല അൻഹ ഇങ്ങനെ ആലോചിച്ചപ്പോൾ അല്ലാഹ് മനസ്സിൽ തോന്നിപ്പിച്ചതായിരിക്കും,
സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് ചെന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സമീപത്താണ്. പ്രവാചകരോട് പോയിട്ട് വളരെ നിഷ്കളങ്കമായി കൊണ്ട് പറഞ്ഞു, എനിക്ക് ഈ അടിമത്തത്തിൽ നിന്ന് മോചനം വേണം, വലിയ തുകയാണ് ചോദിക്കുന്നത്, എന്റെ കയ്യിലില്ല, സഹായിക്കണം, പിന്നീട് ഞാൻ തന്നു വീട്ടിക്കൊള്ളാം. അവരുടെ കഷ്ടതകൾ കണ്ട് മനസ്സലിഞ്ഞ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ വിവാഹമോചനം, അവരുടേതായ അടിമത്തത്തിൽ നിന്ന് മോചനം നടത്തി പിന്നീട് അവരെ വിവാഹം കഴിക്കുകയും ചെയ്തു. ഈ വിവാഹത്തിലൂടെ വമ്പിച്ച ഫലമാണ് ഉണ്ടായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ബന്ധുക്കളായി തീർന്നു ആരെ? ബനൂ മുസ്തലഖ് ഗോത്രം. പ്രവാചകനോട് കുടിപ്പകയുണ്ടായിരുന്ന ബനൂ മുസ്തലഖ് ഗോത്രം വളരെയേറെ പ്രവാചകനുമായി ശത്രുതയിലും പകയിലും കഴിഞ്ഞിരുന്ന ആ ഗോത്രത്തിൽ നിന്നുള്ള ഒരു പെൺകൊടിയാണിപ്പോൾ പ്രവാചകന്റെ വധുവായി മാറിയിരിക്കുന്നത്. അത് ബനൂ മുസ്തലഖ് ഗോത്രക്കാരിൽ വമ്പിച്ച ചർച്ചയായി. അങ്ങനെ എന്തു ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ച കുടുംബക്കാരെ ഇനി ഇവിടെ ബന്ദികളാക്കി വെക്കുക എന്നുള്ളത് അള്ളാഹിന്റെ റസൂലിനോട് നമ്മൾ ചെയ്യുന്ന അനാദരവാണെന്ന് മനസ്സിലാക്കി സഹാബത്ത് എന്തു ചെയ്തു? ഓരോരുത്തർക്കും വീതിച്ചു കിട്ടിയ ബനൂ മുസ്തലഖിൽപ്പെട്ട ആണുങ്ങളെയും പെണ്ണുങ്ങളെയും മുഴുവൻ സൗജന്യമായി തന്നെ മോചിപ്പിക്കുകയാണ് ഉണ്ടായത്. ആ മോചനം നടന്നു, എല്ലാവരെയും സ്വതന്ത്രരാക്കി വിട്ടു എന്ന് മാത്രമല്ല, അതിന്റെ കൂറും നന്ദിയും ആഹ്ലാദവും പ്രകടിപ്പിച്ചുകൊണ്ട് മുസ്തലഖ് ഗോത്രം ഒന്നടങ്കം ഇസ്ലാമിലേക്ക് കടന്നു വരാൻ കാരണമായി. കേട്ടോ, ജുവൈരിയ റളിയല്ലാഹു തആല അൻഹയുമായിട്ടുള്ള അല്ലാഹുവിന്റെ റസൂലിന്റെ വിവാഹത്തിലൂടെ ശത്രുതയിൽ കഴിഞ്ഞിരുന്ന വമ്പിച്ച ഒരു ഗോത്രം ഒന്നടങ്കം ഇസ്ലാമിലേക്ക് കടന്നു വരാൻ കാരണമായി. അതാ ഞാൻ മുമ്പ് വിശദീകരിച്ച ലക്ഷ്യങ്ങളിൽ ഒരു ലക്ഷ്യം. ഇനി മനസ്സിലാക്കേണ്ടത്, അടുത്ത വധുവായി കടന്നു വന്നത് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയാണ്. റംല എന്നാണ് അവരുടെ ശരിക്കുള്ള പേര്. റംല അബൂ സുഫിയാന്റെ മകളാണ്. ഹബീബ എന്ന പേരിലുള്ള ഒരു കുട്ടിയുള്ളത് കൊണ്ടാണ് ഉമ്മു ഹബീബ എന്ന പേരിൽ അറിയപ്പെട്ടത്. ഇസ്ലാമിന്റെ ശത്രുവായിരുന്ന അബൂ സുഫിയാന്റെ മകളാണ്. എന്നാൽ അബൂ സുഫിയാൻ ഇസ്ലാമിൽ വിശ്വസിക്കാത്ത കാലത്തും മഹദിയായ റംല ബീവി ഇസ്ലാം സ്വീകരിച്ചു. മാത്രമല്ല, ആദ്യകാലത്ത് തന്നെ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. എത്യോപ്യയിലേക്ക് ഹിജറ പോയി, ഭർത്താവിന്റെ കൂടെ ഹിജറ പോയി. പക്ഷേ അവിടെ എത്തിയപ്പോ ഭർത്താവ് ചതിച്ചു. അയാൾ ക്രിസ്ത്യാനിയായി. അയാൾ മതം മാറി. റംല ബീവിയെ നിർബന്ധിപ്പിച്ചു ക്രിസ്ത്യാനിയാവണമെന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി അക്രമം നടത്തുമെന്ന് പറഞ്ഞു. ഭാര്യാപദവിയിൽ നിന്ന് പിരിച്ചുവിടും എന്ന് പറഞ്ഞു. മഹദിയായ റംല റളിയല്ലാഹു അൻഹ പിടിച്ചു നിന്നു. നിങ്ങൾ എന്ത് ചെയ്താലും ഞാൻ ചൊല്ലിയ കലിമയിൽ നിന്ന് ഞാൻ പിറകോട്ടില്ല. ആദർശ രംഗത്ത് അടിയുറച്ചു നിന്ന മഹദിയായ റംല റളിയല്ലാഹു അൻഹ ഒരു കൈക്കുഞ്ഞൊരു പൈതൽ, ഹബീബ എന്ന പേരിലുള്ള ഒരു കൈക്കുഞ്ഞും മാത്രമാണുള്ളത്. എവിടെയാണ്? അബ്സീനിയയിലാണ്. കുടുംബങ്ങളില്ല, ഗോത്രങ്ങളില്ല, തറവാട്ടുകാരില്ല, ആരുമില്ല. ഉള്ളതാണെങ്കിൽ ക്രിസ്ത്യാനികളാണ്. ഭർത്താവും അവരുടെ പക്ഷത്ത് ചേർന്നിരിക്കുന്നു. ആരുമില്ലാതെ പ്രയാസപ്പെട്ട് കയ്യിലൊരു കുഞ്ഞുമായി കൊണ്ട് നിരാലംബയായ ആ വിധവയെ ആ നാട്ടിൽ ആരും നോക്കാനില്ലാത്ത ഒരു ഘട്ടം വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിവരം അറിയുകയാണ് മക്കയിൽ വെച്ച്. അവിടുന്ന് അന്നവിടെ രാജ്യം ഭരിക്കുന്ന രാജാവിന്റെ പേര് നേഗസ് അല്ലെങ്കിൽ നജ്ജാശി എന്ന പേരിലുള്ള രാജാവാണ്. ആ നജ്ജാശി രാജാവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കത്തയച്ചു. എന്താ കത്തയച്ചത്? ഇസ്ലാം സ്വീകരിക്കാൻ. നജ്ജാശി മുസ്ലിമായി മാത്രല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് നജ്ജാശിയോട് പറഞ്ഞു, എനിക്ക് വേണ്ടി റംല എന്ന് പറയുന്ന നിങ്ങളുടെ നാട്ടിൽ അഭയാർത്ഥിയായി ഇപ്പോൾ കഴിയുന്ന ആ സ്ത്രീയെ 400 ദീനാർ നിങ്ങൾ എനിക്ക് വേണ്ടി മഹർ കൊടുത്ത് എനിക്ക് വേണ്ടിയുള്ള വിവാഹ കർമ്മം നിങ്ങൾ സ്വീകരിക്കണം. അഥവാ അങ്ങനെ ഉണ്ടല്ലോ, പുതിയാപ്പിളക്ക് പോകാൻ കഴിയില്ലെങ്കിൽ അയാൾക്ക് വേണ്ടി വേറൊരാളെ വക്കാലത്താക്കുക നിക്കാഹ് സ്വീകരിക്കാൻ. അമ്മോശന് പോകാൻ കഴിയില്ലെങ്കിൽ മറ്റൊരാളെ വക്കാലത്താക്കും പോലെ പുതിയാപ്പിള ഇവിടെ അള്ളാന്റെ റസൂൽ ഇവിടെയുള്ളത്. അതുകൊണ്ട് എത്യോപ്യയിൽ വെച്ചിട്ട് അവിടത്തേക്ക് വേണ്ടി നിക്കാഹ് നടത്തിക്കൊടുക്കുകയാണ്. അങ്ങനെ ആ വിവാഹം അവിടെ വെച്ചാണ് എത്യോപ്യയിൽ വെച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റംല റളിയല്ലാഹു തആല അൻഹയുടെ വിവാഹം അവിടത്തേക്ക് വേണ്ടി വേറൊരാളെ വക്കാലത്താക്കിക്കൊണ്ട് നടത്തുന്നത്. പിന്നീടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സമീപത്തേക്ക് അല്പകാല ശേഷം റംല ബീവി മടങ്ങി വരുന്നത്. അതായിരുന്നു അവിടുത്തെ ഒരു ഭാര്യ. പിന്നെ ഒരു ഭാര്യയായി കടന്നു വന്നത് ഹുയയ്യിന്റെ പുത്രി സഫിയ റളിയല്ലാഹു അൻഹയാണ്. ഹിജ്റ 7-ാമത്തെ വർഷത്തിൽ യഹൂദി നേതാവായിരുന്നു, നളീർ ഗോത്രത്തിന്റെ തലവനുമായിരുന്നു ഹുയയ്യി എന്ന് പറയുന്ന മനുഷ്യൻ. ഇസ്ലാമിനോട് വളരെ കുടിപ്പകയുണ്ടായിരുന്ന, കഠിനമായ ശത്രുത വെച്ച് പുലർത്തിയിരുന്ന യഹൂദി നേതാവായിരുന്നു ഹുയയ്യ്. ഖൈബർ യുദ്ധത്തിൽ
ഖൈബർ യുദ്ധത്തിൽ ഈ സഫിയ റളിയല്ലാഹു അൻഹയുടെ ആദ്യത്തെ ഭർത്താവായ കിനാന കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. കിനാന കൊല്ലപ്പെട്ടു. സഫിയ ബന്ദികളുടെ കൂട്ടത്തിൽ പിടിക്കപ്പെട്ടു. ആ ഖൈബർ യുദ്ധത്തിൽ ബന്ദികളായി പിടിച്ചവരുടെ കൂട്ടത്തിൽ സഫിയ ബീവിയും ഉണ്ടായിരുന്നു. ഒരു മഹാനേതാവിന്റെ മകൾക്ക് അടിമത്തം എന്ന് പറയുന്നത് എത്രത്തോളം പ്രയാസകരമായിരിക്കും. ആ നിലക്കുള്ള പ്രയാസകരമായ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഗോത്രത്തെ തന്നിലേക്ക് അടുപ്പിക്കുക എന്ന ലക്ഷ്യത്തെ മുൻനിർത്തി തന്നെ സഫിയ റളിയല്ലാഹു തആല അൻഹയെ മോചനമൂല്യം വിവാഹ മഹറായി കൊണ്ട് നിശ്ചയിച്ച് അവരെ മോചിപ്പിച്ച് വിവാഹം ചെയ്യുകയാണ്. ഈ വിവാഹത്തിലൂടെ നളീർ ഗോത്രം ഒന്നടങ്കം ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഇസ്ലാമിനോട് വളരെ ശത്രുതയുണ്ടായിരുന്ന നളീർ ഗോത്രം ഒന്നടങ്കം സഫിയ റളിയല്ലാഹു തആല അൻഹയുമായിട്ടുള്ള വിവാഹബന്ധത്തിലൂടെ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അവസാനമായി പ്രവാചക ജീവിതത്തിലേക്ക് കടന്നു വന്ന ഭാര്യയായിരുന്നു മൈമൂന റളിയല്ലാഹു തആല അൻഹ. അത് ഹിജ്റ 7 നടന്നത്. അന്ന് അവർക്ക് പ്രായം 50. മൈമൂന റളിയല്ലാഹു തആല അൻഹയുടെ കുടുംബങ്ങൾക്ക് ഈ വിവാഹത്തിലൂടെ വലിയ പ്രയോജനമാണ് ഉണ്ടായത് എന്ന് ചരിത്രത്തിൽ കാണാം. ദാരിദ്ര്യത്തിൽ കഴിച്ചുകൂട്ടിയിരുന്ന ഒരു കുടുംബമായിരുന്നു മൈമൂന ബീവിയുടേത്. പട്ടിണിയും ദാരിദ്ര്യവും കൊണ്ട് പൊറുതിമുട്ടിയിരുന്ന ആ കുടുംബത്തിന് പ്രവാചകനുമായുള്ള ബന്ധത്തിന്റെ ശേഷം ഒരുപാട് പ്രതീക്ഷകൾക്ക് വക നിൽക്കുന്ന നിൽക്ക് ഒരുപാട് പുരോഗതികൾ ഉണ്ടായി എന്നും അവരുടെ മുസ്ലിമീങ്ങളെ കുറിച്ച് ആ ഗോത്രത്തിനുണ്ടായിരുന്ന അപാരമായ പേടി അവസാനിക്കുവാനും കാരണമായി എന്ന് ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇങ്ങനെയുള്ള ധാരാളക്കണക്കിന് വിവാഹങ്ങൾ, ഈ വിവാഹങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ പ്രിയമുള്ളവരെ, ഒന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദാമ്പത്യ സുഖത്തിന് പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് നടത്തിയ, ഒരു സുഖിക്കാൻ വേണ്ടി നടത്തിയ വിവാഹങ്ങളായിരുന്നില്ല എന്ന് മനസ്സിലാക്കാം. ഓരോന്നിന്റെയും പിന്നിൽ പല മഹത്തായ ലക്ഷ്യങ്ങളും ഉദ്ദേശങ്ങളും ഉണ്ടായിരുന്നു. മാത്രമല്ല, ഖുർആൻ അനുമതി കൊടുത്തിട്ടുള്ള ഏതെങ്കിലും ഒരു നിർദ്ദേശത്തിന് വിരുദ്ധമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാതൊന്നും ചെയ്തിട്ടില്ല എന്ന് പ്രത്യേകമായി അവിടുത്തേക്ക് അനുമതിയുള്ള കാര്യം മാത്രമേ അവിടുന്ന് ചെയ്തിട്ടുള്ളൂ എന്നതിന് ഖുർആനിന്റെയും ഹദീസിലെയും നിയമങ്ങൾ സാക്ഷിയാണ്. അവിടുന്ന് ഏറ്റവും മഹത്വപൂർണമായ ജീവിതമാണ് ഈ ഭാര്യമാരുടെ ഒക്കെ കൂടെ ജീവിച്ചത്. ലോകത്തോട് അവിടുന്ന് പറയുകയും ചെയ്തു, ഖിയാറുക്കും ലിഅഹ്ലിഹി വഅന ഖൈറുക്കും ലിഅഹ്ലി. നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ സ്വന്തം ഭാര്യയോട് നല്ല നിലക്ക് വർത്തിക്കുന്നവനാണ്. ഞാൻ എൻ്റെ ഭാര്യയോട്, കുടുംബത്തോട് ഏറ്റവും നന്നായി വർത്തിക്കുന്നവനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം